നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം മന്ദഗതിയിലായതോടെ ബീഹാർ ആര് ഭരിക്കുമെന്ന അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് 11 മണിക്കൂർ പിന്നിടുമ്പോൾ ലീഡ് നില മാറിമറിയുകയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മഹാസഖ്യത്തിലെ RJD കുതിപ്പ് തുടരുമ്പോൾ വിരലിലെണ്ണാവുന്ന സീറ്റുകൾക്ക് BJP JDU സഖ്യം മുന്നിലാണ്. എന്നാൽ കേവല ഭൂരിപക്ഷമെന്ന 122ലേക്ക് എത്താൻ ഇനിയും 2-3 സീറ്റുകൾ കൂടി വേണം. പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് RJD നയിക്കുന്ന മഹാസഖ്യം തൊട്ടു പിന്നിലുണ്ട്. 20% വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. ചിത്രം വ്യക്തമാകാൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് നമുക്ക് കണ്ണെറിയേണ്ടി വരും. ഏവരും വീർപ്പടക്കി നിൽക്കുന്ന ഈ വേളയിൽ ബീഹാർ നൽകുന്ന സന്ദേശം എന്താണ്? മോദി പ്രഭാവം തുടരുന്നു, നിതീഷിന് തിരിച്ചടി, തേജസ്വിക്ക് തിളക്കം, ഇടതുപക്ഷത്തിന് നവോന്മേഷം, കോൺഗ്രസിന് സർവത്ര നിരാശ എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ പലരും അടിവരയിടുന്നത്. ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് MP ശ്രീ എളമരം കരീം, മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ശൂരനാട് രാജശേഖരൻ, BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ്. ബീഹാറിന്റെ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് തലവാചകങ്ങൾ. ബീഹാർ സൂപ്പർ സസ്പെൻസിലേക്ക് നീങ്ങുമ്പോൾ ചിത്രം വ്യക്തമാകാൻ ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആധിപത്യം നിലനിർത്തി BJP. മധ്യപ്രദേശിൽ അധികാരം ഉറപ്പിച്ച് ശിവരാജ് സിംഗ് ചൗഹാൻ. ഗുജറാത്തിൽ മുഴുവൻ സീറ്റുകളും BJPക്ക്, കോൺഗ്രസിന് വൻ തിരിച്ചടി. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങൾ. നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. ജയസൂര്യൻ, താങ്കളുടെ ആഹ്ലാദ പ്രകടനം ആരംഭിച്ചോ? ഇനിയും ഒരുപക്ഷെ കാത്തിരിക്കണമെന്ന ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? BJP വക്താവിനോട് ഞാൻ ചോദിച്ചു. ജയസൂര്യൻ, സാങ്കേതികമായിട്ടുള്ള കാത്തിരിപ്പ് ഏതാനും മണിക്കൂറുകൾ കൂടി വേണ്ടിവരും എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. കേൾക്കാമോ? പറഞ്ഞോളൂ. സാങ്കേതികമായിട്ടുള്ള കാത്തിരിപ്പ് ഏതാനും മണിക്കൂറുകൾ കൂടി സാങ്കേതികമായ കാത്തിരിപ്പ് ഏതാനും മണിക്കൂറുകൾ കൂടി വേണ്ടിവരും എന്നതൊഴിച്ചാൽ സന്തോഷത്തിന് കുറവൊന്നും വരേണ്ട കാര്യമില്ല. മഹാഗഠബന്ധനെ അതിജീവിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരുക, അതും 15 വർഷം അധികാരത്തിലിരുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് രാജ്യത്തിനും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും ഉള്ള ഒരു നല്ല മുന്നറിയിപ്പാണ്. NDAക്ക് ഉൾപ്പെടെ എന്ന് ഞാൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആവേശകരമായ ഒരു ഫലത്തിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ ബീഹാറിൽ ഇന്ന് അരങ്ങേറുമ്പോൾ ബീഹാർ തരുന്ന ഫലം ഇന്ത്യയിലെ ജനാധിപത്യ പരീക്ഷണങ്ങൾ എങ്ങോട്ട് നീങ്ങണം എന്നുള്ളതിൻ്റെ കൃത്യമായ ദിശാബോധം തന്നെയാണ്. അതായത് ബീഹാറിനെ സംബന്ധിച്ചും ഉത്തരേന്ത്യയെ സംബന്ധിച്ചുമുള്ള എല്ലാ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഞാൻ താങ്കളെ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം വെച്ചാൽ താങ്കളുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ സാന്നിധ്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു 80 ലക്ഷത്തോളം വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 18%. 20 സീറ്റുകളിൽ സ്വാഭാവികമായിട്ടും 1000 വോട്ടിൽ താഴെയാണ് ഭൂരിപക്ഷം. ഏത് രൂപത്തിൽ വേണമെങ്കിലും മാറിമറിയാം. 100ഓളം സീറ്റിൽ 102 സീറ്റിൽ 5000, എൻ്റെ മുമ്പിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ഥിതിവിവര കണക്കുകൾ കൂടിയുണ്ട്, 5000 വോട്ടുകൾക്ക് താഴെയാണ്. എന്തും സംഭവിക്കാം. തീർച്ചയായിട്ടും എന്തും സംഭവിക്കാം. ഈ വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ 500 വോട്ട് 1000 വോട്ടിന്റെ ലീഡാണ് ഓരോ റൗണ്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവസാന നിമിഷം വരെ ആ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് എങ്കിൽ പോലും
വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം NDAയുടെ ഭാഗത്ത് കാണുന്നുണ്ട്. അത് ഇനി വരുന്ന അവസാനത്തെ 18% വോട്ട് കൂടി എണ്ണുന്നതും അത് വരുന്ന വരെ തുടരുകയും വ്യക്തമായ ലീഡ് NDA സഖ്യത്തിന് ലഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലാ മേഖലകളിലും, ബീഹാറിന്റെ എല്ലാ മേഖലകളിലും സമഗ്രമായ രീതിയിലുള്ള ഒരു ആധിപത്യം NDAക്ക് ചെലുത്താൻ കഴിഞ്ഞു ഈ മഹാഗഠബന്ധന്റെ സമയത്ത് പോലും എന്നുള്ളത് ആ രീതിയിലാണ് ചിത്രങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് കുറവുണ്ടാകേണ്ട യാതൊരു ആത്മവിശ്വാസവും സന്തോഷവും ആവേശകരമായിട്ടുള്ള നമ്മുടെ ഈ ചർച്ച പുരോഗമിക്കുന്ന വേളയിൽ തന്നെ കുറച്ചും കൂടി റിസൾട്ടുകൾ നമുക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തത ഇത് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ എളമരം കരീം, ഇടതുപക്ഷത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രകടനം, ഒരുപക്ഷെ 1995 ശേഷം ഇടതുപക്ഷം ബീഹാറിൻ്റെ ഭൂപടത്തിൽ ഒരു സ്ഥാനം തിരിച്ചു പിടിക്കുന്നു. അതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന് ബീഹാറിൻ്റെ മണ്ണിൽ ലഭിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തെയും അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രകടനത്തെ നോക്കിക്കാണുന്നത്? ബീഹാറിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതകൾ BJPയുടെ മുന്നണിക്കും ആശ്വാസകരമല്ല. പ്രധാനമന്ത്രി നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ബീഹാറിൽ നടന്നത്. മറുഭാഗത്ത് മഹാഗഠബന്ധൻ എന്നൊക്കെ പറയുമ്പോഴും മുഖ്യ പാർട്ടി BJP RJD ആണ്. ആ RJDയുടെ പരമോന്നത നേതാവും ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ബീഹാറിലെ ഏറ്റവും ജനകീയനായ നേതാവിനെ ജയിലിലിട്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. അത് കോടതി വിധിയുടെ മാത്രം പ്രശ്നമല്ല, അല്ലാത്ത ചില ഇടപെടലുകളുമുണ്ട്. വളരെ ചെറുപ്പക്കാരനായ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം RJDയുടെ പ്രമുഖനായ നേതാവ് പരസ്യമായി പറഞ്ഞത്, മനോജ് ഝാ എന്ന് പറയുന്ന പാർലമെൻറ്റ് മെമ്പർ, ഇടതുപക്ഷവുമായുള്ള കൂട്ടുകെട്ട് മഹാഗഠബന്ധന് വലിയ അന്തസ് ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയമായ ദാർഢ്യം കൈവരിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷം ബീഹാറിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ അടങ്ങുന്ന ഒരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. നാടുവാഴിത്തത്തിനും സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾ നടത്തുന്നവരാണ് ചെറിയ പാർട്ടികളാണെങ്കിലും ഇടതുപക്ഷം. ആ ഇടതുപക്ഷം RJD ഉൾക്കൊള്ളുന്ന, RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് പിന്തുണ നൽകുമ്പോൾ ആ മുന്നണിയുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു. പട്ടിണിപ്പാവങ്ങൾ പ്രതീക്ഷയോടുകൂടി ആ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ മഹാസഖ്യത്തിന് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടയാക്കിയ ഒരു വസ്തുത. ശ്രീലമകരെ ഞാൻ തിരിച്ചു വരാം. അതായത് ഒരുപക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ട്രെൻഡുകൾ കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. നിലവിൽ ഉള്ള സാഹചര്യത്തിൽ കേവല പുരുഷ 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം, ഒരു മാജിക് നമ്പർ എന്ന് പറയുന്നത് 122 122 തൊട്ട് താഴെ 121 സംഖ്യയിലാണ് ഇപ്പോൾ NDA ഊരുമി നിൽക്കുന്നത്. 114 സീറ്റിലാണ് മഹാസഖ്യം നിൽക്കുന്നത്. പക്ഷേ വളരെ രസകരമായ ഒരു കാര്യം, BJP വിരുദ്ധ രാഷ്ട്രീയം പുറമേക്കെങ്കിലും പാലിക്കുന്ന ഒവൈസിക്ക് 5 സീറ്റുകളും അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷിയായിട്ടുള്ള BSPക്ക് 1 സീറ്റും കിട്ടിയിട്ടുണ്ട്. ആ 6 സീറ്റും കൂടി കൂട്ടിയാൽ ഒരുപക്ഷെ 120-121 വേണേൽ വരാം. സ്വാഭാവികമായിട്ടും ഒവൈസിക്ക് BJPയെ പിന്തുണയ്ക്കാൻ കഴിയില്ല. ആരെങ്കിലും പിന്തുണയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മഹാസഖ്യത്തെ മാത്രമേ പിന്തുണയ്ക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ ഒരു വിവരം നൽകിക്കൊണ്ട് എനിക്ക് ഡോക്ടർ ശൂരനാടിലേക്ക് പോകണം. ഡോക്ടർ ശൂരനാട്, സർവത്ര നിരാശ, ഇതാണ് കോൺഗ്രസിനെ മുൻനിർത്തി പല കമൻറ്റേറ്റേഴ്സിനും ഇന്ന് പറയാനുള്ള വാക്ക്. സർവത്ര നിരാശ. ബ്രിട്ടാസെ, എനിക്ക് അങ്ങയുടെ ഈ അഭിപ്രായത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അങ്ങയുടെ അഭിപ്രായമല്ലെന്ന് എനിക്കറിയാം. എന്റെ അഭിപ്രായമല്ല, ഞാൻ പൊതുവെ കേട്ടതാണ് മുഴുവൻ. ഇനി വേണമെങ്കിൽ PV തോമസ് അവിടെ പറയാൻ വേണ്ടി ആഞ്ഞിരിപ്പുണ്ട്, അദ്ദേഹം പറയുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. രാവിലെ തൊട്ട് ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്.
ഒരു 15 വർഷത്തിന് മുമ്പുള്ള ബീഹാറിൻ്റെ സ്ഥിതി സർവാധിപത്യം BJP നേടിയ ഒരു സ്ഥലത്തു നിന്ന് അവിടുത്തെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കിക്കൊടുക്കാനുള്ള അതിശക്തമായ മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ തകർച്ച തുടങ്ങിയത് മണ്ഡൽ കമ്മീഷൻ്റെ തുടക്കത്തിലാണ്. എല്ലാവർക്കും അറിയാം. ന്യൂനപക്ഷങ്ങളെയും പിന്നോക്കക്കാരെയും എല്ലാം കോൺഗ്രസ് നടത്തി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധി നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാറ്റ്നാം കോൺഗ്രസ് നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അതിശക്തമായ കൂർമ്മബുദ്ധിയും തീക്ഷ്ണാശാലിത്വമാണ് ഈ ബീഹാറിൽ പടിപടിയായിട്ടെങ്കിലും നമ്മൾ BJPയുടെ കരാള ഹസ്തത്തിൽ നിന്ന് മത്സരിച്ച് 70 സീറ്റിൽ 20 സീറ്റാണ് നിൽക്കുന്നത്. ഇപ്പോൾ 70 സീറ്റിൽ 20. ശരി ഞാൻ വരട്ടെ ബ്രിട്ടാസെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഒരു മുദ്രാവാക്യത്തിന് അനുസരണമായി ബീഹാറിലെ പാവങ്ങളെ ഒരുമിപ്പിക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തുകയും അതിന് പിന്നിൽ ഇടയ്ക്ക് നിതീഷ് കുമാർ നമ്മളോടൊപ്പം എത്തിയതാണ്, അറിയാമല്ലോ. ചതിച്ചിട്ട് പോയി BJPയുടെ വീണ്ടും പോയി. അപ്പോൾ ആ മുദ്രാവാക്യം വീണ്ടും പാടെ തകർന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. തകർന്നു. വീണ്ടും പുതിയ പരീക്ഷണശാലകൾ വന്നപ്പോൾ വീണ്ടും പല രൂപത്തിൽ BJPക്കാർ തന്ത്രശാലികളുടെ OIC അടക്കമുള്ളവരെ ഇളക്കി ഇടതുപക്ഷത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും RJDക്കും അനുകൂലമായ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഓക്കെ ഡോക്ടർ സൂര്യനാരായണൻ, ഞാൻ തിരിച്ചു വരാം. ഒരുപക്ഷെ താങ്കൾ ഈ ചർച്ചയ്ക്ക് വേണ്ടി വളരെ പ്രസക്തമായൊരു ത്രെഡ് ഇട്ടിട്ടുണ്ട്. എനിക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഡൽഹിയിൽ നിന്ന് ശ്രീ PV തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തോമസ്, ഒരുപക്ഷെ ഡോക്ടർ സൂര്യനാട് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒവൈസിയുടെ ഉരുത്തിരിയൽ, പ്രത്യേകിച്ച് സീമാഞ്ചൽ ഭാഗത്തൊക്കെ അവിടെ ഒവൈസിയുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ മഹാസഖ്യത്തിൻ്റെ വോട്ടുകളാണ് അപഹരിച്ചത്. 2, ഡോക്ടർ സൂര്യനാടിനോട് ചേരില്ലെങ്കിലും, അതായത് മഹാസഖ്യത്തിന് ഒരുപക്ഷെ ഭൂരിപക്ഷം അകന്നു നിൽക്കാനുള്ള 2 കാരണങ്ങളിൽ ഒന്നായിട്ട് പൊതുവെ കരുതപ്പെടുന്നത്, ഒന്ന്, കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞിരിക്കുന്നു. 70 സീറ്റിൽ മത്സരിച്ചിട്ട് കേവലം 20 സീറ്റിൽ മാത്രമാണ് വിജയിക്കുന്നത്, ലീഡുള്ളത്. അപ്പോൾ ആ സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ റാന്തലിന് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ല. റാന്തലിന് കരി പടർത്താൻ മാത്രമേ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ള ഒരു വിമർശനം. 2, ഈ പറഞ്ഞ മഹാസഖ്യത്തിന് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ ഒവൈസി അപഹരിച്ചു. അങ്ങനെ 5 സീറ്റിൽ ഒവൈസി ജയിക്കുന്നത് കൂടാതെ ഒരു 7-8 സീറ്റുകളിൽ ഒവൈസി മഹാസഖ്യത്തെ തോൽപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഒരുപക്ഷെ ഇന്ന് ജയസൂര്യൻ്റെ NDAക്ക് അവിടെ ഭരണം കിട്ടാമെന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഒവൈസി തീർച്ചയായിട്ടും സീമാഞ്ചൽ പ്രദേശത്ത് മുസ്ലിം വോട്ടുകൾ, അത് മഹാസഖ്യത്തിൽ കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ ഖണ്ഡിച്ചിട്ടുണ്ടായിരിക്കും, സംശയമില്ല. അതുപോലെ തന്നെ ചിരാഗ് പാസ്വാനും അതുപോലെ തന്നെ ഖണ്ഡിച്ചിട്ടുണ്ട് ഇങ്ങേ സൈഡിലും. അപ്പോൾ സ്പോയിൽ സ്പോട്ടായിട്ട് 2 പേരും വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബീഹാറിലായാലും ശരി, UPയിലായാലും ശരി, അവിടെയൊന്നും സംഘടനയില്ല, നേതാക്കന്മാരില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ഇങ്ങനെ സഖ്യത്തിൽ വന്നുകൊണ്ട് അത് നല്ല കാര്യമായിരുന്നു, നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നത്, നമുക്കറിയാം, നമ്മൾ ആദ്യം രാവിലെ നോക്കുമ്പോൾ മഹാസഖ്യം അടിച്ചു കയറുകയായിരുന്നു. അതിനുശേഷം ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അത് NDAയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സംരംഭത്തിൽ ഇപ്പോൾ ആർക്കും ശക്തമായിട്ടുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അത് നരേന്ദ്രമോദിയുടെ BJPക്കായാലും ശരി, അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ JDUവിനായാലും ശരി സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഇഞ്ചോഴിഞ്ഞുള്ള സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നേരം എടുത്താൽ പോലും നമുക്ക് ശരിയായിട്ടുള്ള ഫലം അറിയുന്നില്ല. ആ അറിയുന്ന ഫലം ഏത് രീതിയിലായാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ NDA ആയിരിക്കാം, അല്ലെങ്കിൽ അത് മഹാസഖ്യമായിരിക്കാം. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് NDAക്ക് കിട്ടുന്ന 16 സീറ്റുകളിൽ NDAയുടെ ഭൂരിപക്ഷം 1000-ൽ താഴെയാണ്, അതിലും താഴെയുണ്ട്. അതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ ഭൂരിപക്ഷം 6-7 സീറ്റുകളിൽ കുറവാണ്. അപ്പോൾ ആർക്കും അഭിമാനിക്കപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. നടന്നത് ശക്തമായൊരു മത്സരമായിരുന്നു, നമുക്കറിയാം. ഏതായാലും ഈ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സംഭവിച്ചെന്നിരിക്കാം. അതാണ് ആ രീതിയിലേക്കാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നിനും ഒരു പ്രചരണത്തിനും പോകുന്നില്ല. പക്ഷേ
ഒരു നല്ല സമരം, നല്ലൊരു മത്സരം അവിടെ നടന്നു. പക്ഷേ ആർക്കും ഒരു അപ്പർ ഹാൻഡ് അവകാശപ്പെടുവാൻ സാധിക്കില്ല. മോഡിയുടെ പ്രഭാവം എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാശ്മീർ 370യും അതുപോലെ തന്നെ രാമക്ഷേത്രവും പിന്നെ പുൽവാമ അറ്റാക്കും എല്ലാം ഉയർത്തി കാണിക്കുകയുണ്ടായി. അതൊരു ധ്രുവീകരണത്തിനുള്ള നേട്ടമായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അത് സഹായിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ BJPയെ. നമുക്ക് അവസാന ഫലം വരുമ്പോൾ നമുക്കറിയാം. ഏതായാലും എല്ലാ തന്ത്രങ്ങളും പയറ്റി, രണ്ടു കൂട്ടരും പയറ്റി. മഹാസഖ്യത്തിന് ഒരു ഭരണവിരുദ്ധ വികാരത്തെയായിരുന്നു ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിന് അത്രമാത്രം പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം 15 വർഷമാണ് നിതീഷ് കുമാർ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തൂത്തെറിയാൻ സാധിക്കണമായിരുന്നു. അത് സാധിച്ചിട്ടില്ല. ഒരു സ്ട്രഗിൾ ചെയ്യാണ്. പക്ഷേ നല്ലൊരു ഫൈറ്റാണ് പി വി തോമസ് ഒരു ജാഗ്രതയുടെ ഭാഷയാണ് സ്വീകരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ വസ്തുനിഷ്ഠമായി നോക്കുമ്പോൾ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ അവസാന വാക്ക് കയറി പറയേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ അമേരിക്കയിൽ പോലും എങ്ങനെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറി മറിഞ്ഞത് നമുക്കറിയാം. ഇവിടെ ഒരുപക്ഷെ മാധ്യമങ്ങൾ അത്യുത്സാഹം കാണിച്ച് ചിലരെ മുമ്പോട്ട് കൊണ്ടുപോവുകയും താഴോട്ടിറക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ യഥാർത്ഥ വസ്തുത പ്രകാരം നമുക്ക് ഈ ഒരു ചർച്ചയിലെങ്കിലും ഈ ഒരു വേളയിലെങ്കിലും കുറേ കൂടി ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ്. ഒരു 75 ലക്ഷത്തോളം വോട്ടുകൾ എണ്ണാനുണ്ട്. സ്വാഭാവികമായിട്ട് 100-ലേറെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 5000-ൽ താഴെയാണ്. 20 മണ്ഡലങ്ങളിൽ അത് 1000-ൽ താഴെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആര് ജയിക്കും ആര് തോക്കുമെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. നിലവിലുള്ള ഒരു സംഖ്യ വെച്ച് നോക്കുമ്പോൾ NDAക്ക് ഒരു പൊടിക്ക് മേൽക്കൈ എങ്കിൽ പോലും 122 എന്നുള്ള ഒരു മാജിക് നമ്പറിനെ NDAക്ക് തൊടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. 121, 120 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നു. 5ഓ 6ഓ സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജയസൂര്യൻ, ഒരുപക്ഷെ താങ്കൾക്ക് തുണയായി വരുന്നത് എനിക്ക് തോന്നുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നല്ല വാങ്ങൽ ശേഷി. ഇപ്പോൾ മധ്യപ്രദേശിൽ ഡോക്ടർ ശൂരനാടിൻ്റെ ഗവൺമെൻറ്റിനെയൊക്കെ അട്ടിമറിച്ച് 26 MLA മാറ്റി. ഗുജറാത്തിൽ 8 MLA രാജിവെപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വാങ്ങൽ ശേഷിയാണോ താങ്കൾക്ക് ആഹ്ലാദ പ്രകടനത്തിൽ താങ്കൾക്ക് പ്രേരകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഒരു നല്ല വാങ്ങൽ ശേഷിയുണ്ട്, ജനങ്ങളുടെ വോട്ട് വാങ്ങാനുള്ള ശേഷി. കാരണം ഈ ഗഠബന്ധനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പ്രത്യേകം രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. 15 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചൊരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ആന്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. ഇപ്പോൾ തന്നെ കോവിഡിനെ സംബന്ധിച്ചും പ്രളയം മൂലവും ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച ഒരു പ്രദേശത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തിരിച്ചു വന്ന 16.5 ലക്ഷം വോട്ടർമാരുടെ ആ ഒരു രോഷത്തെയും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾക്കൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ഈ മഹാഗഠബന്ധനെ കൂടി നേരിടുക എന്ന് പറയുന്ന വലിയ സാഹസമാണ് NDA അവിടെ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വാങ്ങൽ ശേഷി, ജനങ്ങളുടെ കയ്യിലെ വോട്ട് വാങ്ങിയെടുക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ മാറി. പറയുമ്പോൾ ജനങ്ങളുടെ വോട്ട് മേടിക്കാനുള്ള ശേഷി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഡോക്ടർ ശൂരനാടിൻ്റെ മുഖത്തുള്ള ഭാവങ്ങൾ, മിന്നി പറഞ്ഞ ഭാവങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് 26 കോൺഗ്രസ് MLA സിന്ധ്യേനെ ഉൾപ്പെടെ വാങ്ങി മധ്യപ്രദേശിൽ. അവരെയൊക്കെ റിസോർട്ടുകളിലേക്ക് കൊണ്ടുപോയി. രാജസ്ഥാനിൽ നിങ്ങൾ വാങ്ങാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഗുജറാത്തിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 8 കോൺഗ്രസ് MLA വാങ്ങി, അവരെ രാജിവെപ്പിച്ചു, മത്സരിപ്പിച്ചു, ഇപ്പോൾ ജയിപ്പിച്ചു. ഇത്രയൊക്കെ തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളുടെ വോട്ട് എന്തിനാണ് വാങ്ങുന്നതെന്നുള്ള ഒരു ഭാവമാണ് ഡോക്ടർ ശൂരനാടിൻ്റെ മുഖത്തുള്ളത്. എന്തായാലും ആ ഭാവത്തിന് വാക്കുകളുടെ ഭാഷ്യം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിലേക്ക് ഞാൻ വരുന്നതാണ്. അതിനിടയിൽ ഒരു പക്ഷേ ഈ ചർച്ചയ്ക്ക് ഒരു അലകും പടി നൽകാൻ വേണ്ടി എന്താണ് ശ്രീ എളമരം കരീമിന് ഒരുപക്ഷെ ബീഹാറിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ മുൻനിർത്തിയിട്ടുള്ള എങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്? സ്വാഭാവികമായിട്ടും ജനങ്ങൾ എങ്ങനെയാണ് അത് കാണുന്നത്? ഇടതുപക്ഷത്തിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ലാഞ്ചന അവിടെ വരുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, 1/4 നൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ്. ഞാൻ 1/4 നൂറ്റാണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ 1995 ഇടതുപക്ഷത്തിന് 38 സീറ്റുകൾ ബീഹാറിലുണ്ടായിരുന്നു. അതിനുശേഷമൊക്കെ
അത് ഒരക്കത്തിലേക്ക് താഴ്ന്നു പോവുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPI-Mൽ 3 സീറ്റും CPIക്കും CPM-നും 1 സീറ്റും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഒരു 18-19 സീറ്റ് എന്ന നിലയിലേക്ക് ഇടതുപക്ഷത്തിന് മാറാൻ കഴിയുന്ന ഒരു സവിശേഷമായ സാഹചര്യം സ്വാഭാവികമായിട്ടും അത് ശ്രീ എളമരം കരീമിന് സന്തോഷം പകരേണ്ടതാണ്. അതുപോലെ വിജയ ശതമാനത്തിൽ സുവർണ തിളക്കം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ടാർഗറ്റാണ്. അതായത് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു, എത്ര സ്ഥാനാർത്ഥികളെ നിർത്തി എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു. 29 സീറ്റിലാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതിൽ 17-18 സീറ്റുകളിൽ വിജയം കണ്ടേക്കാമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഇത് എൻ്റെ അല്ല പൊതുവേ ഉള്ളതാണ്, മഹാസഖ്യത്തിന് കുറച്ച് വിശ്വാസ്യത പകർന്നു. എങ്ങനെ വിശ്വാസ്യത പകർന്നു? ജനകീയ പ്രശ്നങ്ങളിലേക്ക് രാഷ്ട്രീയത്തെ വഴിമാറ്റി. ബീഹാറിൽ എപ്പോഴും ജാതിയും മതവുമാണ് ജനങ്ങളുടെ പ്രശ്നം. 3 പതിറ്റാണ്ടിന് ശേഷം പല ഭാഗങ്ങളിലെങ്കിലും മുൻനിരയിലെത്തി. ഇതാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയായിട്ട് രാഷ്ട്രീയ വിമർശകർ, നിരീക്ഷകർ നോക്കിക്കാണുന്ന ഘടകം. ശ്രീ എളമരം കരീം, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ, അതെയോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? വിയോജിപ്പിൻ്റെ ഏതെങ്കിലും പ്രതലങ്ങളുണ്ടോ? ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് പാവപ്പെട്ട ജനങ്ങളെ ആകർഷിക്കുന്നതാണ്, അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ മഹാസഖ്യത്തിന് വലിയ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, 10 ലക്ഷം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതുൾപ്പെടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് ഈ മഹാഗഡ്ബന്ധൻ, പ്രത്യേകിച്ച് RJD നേതൃത്വം നൽകിയ മുന്നണി കേന്ദ്രീകരിച്ചത്. അതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം എത്തി നിൽക്കുന്നത്. ആര് അവസാനം ചിരിക്കുമെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല. ഒവൈസി പല സന്ദർഭങ്ങളിലും മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാൻ പാർലമെൻറ്റിലും കൃത്യമായി ഇത് നിരീക്ഷിക്കാറുണ്ട്. ഘോരഘോരം BJPക്കെതിരായി പ്രസംഗിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അന്തിമ നിലപാട് മതനിരപേക്ഷ ശക്തികളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കായി പോകാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി എല്ലാവരുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. 2004 ഇടതുപക്ഷം UPAക്ക് പിന്തുണ നൽകുന്ന കാലത്ത് ആ UPAക്ക് ഒരു തിളക്കമുണ്ടായിരുന്നു. അത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ നടപ്പാക്കാൻ ആ സർക്കാരിന് പ്രേരണ നൽകി. അന്നത്തെ പ്ലാനിംഗ് കമ്മീഷനിൽ ഇടതുപക്ഷ അംഗമുണ്ടായിരുന്നു. മാത്രമല്ല, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ മേൽ പിൽക്കാലത്ത് ഉയർന്നു വന്നതുപോലുള്ള ഒരഴിമതി ആരോപണവും 2008 ലെഫ്റ്റ് വിടുന്നത് വരെ ഉണ്ടായിരുന്നില്ല. സ്വകാര്യവൽക്കരണം നടന്നില്ല. ജനങ്ങൾ ഉയർത്തിയ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒന്നുപോലും 2008 വരെ ഉണ്ടാവാൻ കഴിഞ്ഞില്ല. എന്തിനേറെ പറയണം, പാറ്റന്റ് നിയമ ഭേദഗതിയിൽ പോലും WTO കരാർ അനുസരിച്ച് 2005 നമ്മൾ ഭേദഗതി ചെയ്ത് കൊടുക്കണമായിരുന്നു. അവിടെ പോലും ഇടതുപക്ഷ സമ്മർദ്ദത്തിന് വഴങ്ങി സാമ്രാജ്യത്വ ഏജൻസികൾക്ക്, ബഹുരാഷ്ട്ര കുത്തകൾക്ക് താല്പര്യപ്പെട്ടതുപോലുള്ളൊരു ഭേദഗതി വരുത്താൻ പാർലമെൻറ്റിൽ സാധിച്ചില്ല. അതാണ് ഇടതുപക്ഷം മറ്റ് ദേശീയ പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ പാർട്ടിയാണെങ്കിലും അതിൻ്റെ ക്രെഡിബിലിറ്റിയും രാഷ്ട്രീയ സ്വാധീനവും അത്ര ഉയർന്നതാണ്. ഇതാണ് ബീഹാറിലെ ഒരു പ്രധാന ഘടകം. അത് ചെറിയ പാർട്ടി എന്നുള്ളതുകൊണ്ടല്ല, അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ തിളക്കമാണ്. ഇത് ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും BJPയെ പരാജയപ്പെടുത്തേണ്ട ഒരു അടിയന്തര സാഹചര്യം വന്നു ചേർന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷം കൈക്കൊള്ളുന്ന ഒരു പൊതു നിലപാടാണ്. അത് മന്ത്രിസഭയിൽ കൂടാനല്ല, മന്ത്രിമാരാവാനല്ല, ഒരു ശരിയായ രാഷ്ട്രീയത്തിന്. താങ്കൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഒരു പക്ഷേ താങ്കൾ സ്ട്രൈക്ക് റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തിനകത്തുണ്ട്. അതായത് മത്സരിച്ച സീറ്റുകൾ, ജയിച്ച സീറ്റുകൾ. ഞാൻ അതൊന്ന് കാണിക്കുകയാണെങ്കിൽ താങ്കൾ കുറച്ചും കൂടി ഒരു വ്യക്തത വരും. എന്നിട്ട് താങ്കൾക്ക് ശൂരനാടൻ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കാൻ വേണ്ടി താങ്കളെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രൈക്ക് റേറ്റ് ചെയ്യാൻ തരുന്നത്. നോക്കുക, BJPയുടെ സ്ട്രൈക്ക് റേറ്റ് 110 സീറ്റിൽ BJP മത്സരിച്ചു. 74 സീറ്റിലാണ് ഇപ്പോൾ BJP ജയിക്കുന്നതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. 67% സ്ട്രൈക്ക് റേറ്റ്. JDU 115 സീറ്റിൽ മത്സരിച്ചു. 40 സീറ്റിലാണ് JDU ലീഡ് ചെയ്യുന്നത്.
40 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 42 വരുന്നത്. എങ്കിലും 35% സ്ട്രൈക്ക് റേറ്റ്. RJD 144 സീറ്റിലാണ് മത്സരിച്ചത്. 77 സീറ്റിൽ വിജയം കാണുന്നതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. 53% സ്ട്രൈക്ക് റേറ്റ്. കോൺഗ്രസ്, ഇവിടെയാണ് ശ്രീ ശൂരനാട് ശ്രദ്ധിക്കേണ്ടത്. കോൺഗ്രസ് 70 സീറ്റിൽ മത്സരിച്ചു. കേവലം 20 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിക്കുന്നത്. അതായത് 3 സീറ്റ് പ്രഖ്യാപിച്ചു, 17 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ 20 സീറ്റ്. സ്ട്രൈക്ക് റേറ്റ് കേവലം 29%. ഇനി LJP അത് നമുക്ക് വിടാം. LJP ജയസൂര്യൻ്റെ കയ്യിലെ ഒരു ചട്ടകമായിട്ട് പ്രവർത്തിച്ചതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ലെഫ്റ്റ് ശ്രീ എളമരം കരീമിന് സന്തോഷം പകരുന്നൊരു കാര്യമാണ്. 29 സീറ്റിൽ മത്സരിച്ചു, 18 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 16ലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഒരു 60 എന്നുള്ള ഒരു ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. CPM 2 സീറ്റിലാണ് ഇപ്പം ലീഡ് ചെയ്യുന്നതായിട്ട് കാണുന്ന. 1 ജയിച്ചിരിക്കുന്നു, 1 ജയിച്ചു, 1 ലീഡ് ചെയ്യുന്നു, 2%. അപ്പോൾ യഥാർത്ഥത്തിൽ CPMന് ഇവിടെ വിജയം വലിയ വിജയമായിട്ട് കാണുന്നു. ശ്രീ എളമരം കരീം, ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രൈക്ക് റേറ്റ്. താങ്കൾക്ക് എന്തെങ്കിലും ഡോക്ടർ ശൂരനാടിനോ പറയാനുണ്ടോ? ഈ ചെറിയൊരു സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് 29% സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് നിങ്ങളുടെ സഖ്യത്തോട് ഡോക്ടർ ശൂരനാട് നീതി പുലർത്തിയോ ഇല്ലയോ എന്ന് താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇതിൽ കോൺഗ്രസ് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്തുള്ള കക്ഷികളിൽ, ദേശീയ കക്ഷികളിൽ ഒന്നാമത്തെ പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ്സിന് BJPയുടെ നയങ്ങൾക്കെതിരായ ഒരു ബദൽ നയത്തിൻ്റെ ഫേസ് ഉണ്ടോ? അതാണ് ശൂരനാട് ഉൾപ്പെടെയുള്ളവർ ആലോചിക്കേണ്ടത്. അതില്ലാത്തതാണ് കോൺഗ്രസിൻ്റെ ന്യൂനത. ഒരു കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യപരമായ ഒരു സംഘടന എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ പറ്റുമോ? പാർട്ടി നേതൃത്വം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ച ഗുലാം നബി ആസാദിനെയും മറ്റുള്ളവരെയും ശിക്ഷിച്ച പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ്. ജനകീയ പ്രശ്നങ്ങളിലും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന കർഷക സമരം ഉദാഹരണം എടുക്കാം. എന്തായിരുന്നു മോദി പറഞ്ഞത്? ഈ 3 നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഞങ്ങൾ നടപ്പാക്കുന്നതെന്നാണ്. കാർഷിക വിപണി സ്വതന്ത്രമാക്കുക, APMCയെ ഒഴിവാക്കുക, കരാർ കൃഷി സമ്പ്രദായം കൊണ്ടുവരിക, അങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ. പിന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ സമരത്തിൻ്റെ മുന്നിൽ നിന്നു? പഞ്ചാബിലെ മുഴുവൻ ജനങ്ങളും സമരത്തിലായതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നേരത്തെ തന്നെ അത്തരമൊരു നയം സ്വീകരിച്ചുകൂടായിരുന്നു? വിവാദപരമായ ലേബർ കോഡുകളിൽ വോട്ടെടുപ്പ് നടന്ന കോഡ് ഓൺ വേജസിൽ അതിനനുകൂലമായി കോൺഗ്രസ് വോട്ട് ചെയ്തു. മറ്റ് 3ഉം ഞങ്ങൾ സഭ ബഹിഷ്കരിച്ചു. താങ്കൾ കൂടുതൽ പറഞ്ഞ ശൂരനാടിനെ അങ്ങ് വേദനിപ്പിക്കരുത്. ഞാൻ ഈ ബീഹാറിന്റെ ഞാൻ പറയുന്നത് ആ നിലപാടുകളിൽ നിന്നൊരു മാറ്റം വരികയും ജനപക്ഷത്ത് RJD ഇന്ന് ഉയർത്തിയതുപോലെ, മഹാസഖ്യം ഉയർത്തിയതുപോലുള്ള മുദ്രാവാക്യങ്ങളിലേക്ക് വന്നാൽ തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മതനിരപേക്ഷ ജനങ്ങൾക്കിടയിൽ മുന്നേറാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതായത് ഡോക്ടർ ശൂരനാടിന് ഒരു ഭാവിയും പ്രതീക്ഷയും കൂടി നൽകുകയാണ്. പക്ഷേ ഡോക്ടർ ശൂരനാടിലേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസിന് മുന്നിലെ ചോദ്യങ്ങൾ, ഇത് ഞാൻ തയ്യാറാക്കിയതല്ല, ഇത് നിലവിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചകളിൽ നിന്ന് സാംശീകരിച്ച ചില പോയിന്റുകൾ മാത്രമാണ്. താങ്കളുടെ മുന്നിലേക്ക് ഞാൻ എടുത്തിടുകയാണ്, താങ്കൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസിലെ മുന്നിലെ ചോദ്യങ്ങൾ എന്താണ്? സ്വാഭാവികമായിട്ടും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഉയർന്നു കേൾക്കുന്നത്. റാന്തലിൽ കരിപുരട്ടി എന്ന ആക്ഷേപം. റാന്തൽ ഉദ്ദേശിക്കുന്നത് RJDയുടെ ചിഹ്നമാണ് റാന്തൽ. അടുത്തത്, തേജസ്വിക്ക് കവചമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടു. അതായത് 70 സീറ്റ് തന്നപ്പോൾ അതൊരു കവചമായിട്ട് മാറുമെന്നാണ് തേജസ്വി യാദവ് ചിന്തിച്ചിരുന്നത്. പക്ഷേ കവചമൊരുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടോ പെട്ടു. അതാണ് രണ്ടും. വിജയശതമാനം ഏറ്റവും കുറവ്, അതാണ് ഈ പറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ഞാൻ പറഞ്ഞത്. 29, 35 കിട്ടണം ജയിക്കണമെങ്കിൽ തന്നെ. ഡോക്ടർ ശൂരനാട്, താങ്കൾ ഡോക്ടറായതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്. അപ്പം വിജയ ശതമാനത്തിലേക്ക് എത്തിയില്ല. സംഘടനാപരമായിട്ടും ദുർബലം. പിന്നെ ശ്രീ എളമരം കരീം പറഞ്ഞതുപോലെ നയവ്യക്തതയുടെ അപര്യാപ്തത. അത് BJP ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളുടെയും ചില ഛായകൾ അവിടെ കാണുന്നു. BJPക്ക് ബദലാകാൻ കഴിയുന്നില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു.
ബീഹാറിന് പുറമെ മധ്യപ്രദേശിലും ഗുജറാത്തിലും മണിപ്പൂരിലും കനത്ത പരാജയം. ഡോക്ടർ ശൂരനാട്, ഞാനത് മുഴുവൻ താങ്കളുടെ മുമ്പിലേക്ക് ഇട്ട് തരിക, മടിയിലേക്ക് ഇട്ട് തരിക. താങ്കൾക്ക് വേണേ സ്വീകരിക്കാം, കൊള്ളാം, തള്ളാം, എന്ത് വേണേലും ചെയ്യാം. ബ്രിട്ടാസ് അവസാനം പറഞ്ഞ 3 ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് ഇളമര കരീം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. പലപ്പോഴും കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹം യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ആ യാഥാർത്ഥ്യബോധം ഇപ്പോഴും കണ്ടു. കാരണം സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ യഥാർത്ഥ അനുയായിയും യഥാർത്ഥ ചിന്തകനും അത് ഫോളോ ചെയ്യുന്ന ആളുമാണ് അദ്ദേഹം എന്നെനിക്ക് മനസ്സിലായി. കാരണം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 2 കാര്യം 80കളിൽ പറഞ്ഞു. ഒന്ന്, ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടി കോൺഗ്രസിൻ്റെ ഭരണം അവസാനിപ്പിക്കും, നമ്പർ 1. നമ്പർ 2, അടൽ ബിഹാരി വാജ്പേയിയോടും അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും ഒപ്പം വേദി പങ്കിടാൻ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ലായിരുന്നു. ഒരു കാലഘട്ടം ഇന്ത്യ ഭരിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഈ പറഞ്ഞ ത്രിമൂർത്തികളും VP സിംഗും ഒക്കെ അടക്കുന്ന ആൾക്കാരാണ് ഭരിച്ചത്. അപ്പോൾ അതേ ഭാഷയാണ് ഇളമരങ്കരി എന്ന് ഇപ്പൊ കേട്ടത്. അല്ല, താങ്കളുടെ വളരെ അടുത്ത സ്നേഹിതനാണെന്ന് പറയുകയും ചെയ്യും. താങ്കൾ ഇപ്പോൾ പറഞ്ഞോട്ടെ ബ്രിട്ടാസേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് BJP എന്ന് പറയുന്ന മാഫിയ സംഘത്തിനെ അകർക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് സംസാരിച്ചതിൽ ഏറ്റവും പങ്കും പറഞ്ഞത് എന്താണ്? ഒരു ജനാധിപത്യ പ്രസ്ഥാനമാകാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നാണ് ചോദിച്ചത്. എൻ്റെ സഖാവേ, ഞാനിത് ചോദിച്ചോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ CPM-ന് കഴിയും? നിങ്ങൾ ഇടതുപക്ഷം മുന്നേറുന്നെന്ന് പറഞ്ഞല്ലോ, ഇടതുപക്ഷത്തിൻ്റെ സ്പൈക്ക് പറഞ്ഞല്ലോ. CPM-ന് എത്രയുണ്ട്? 2. 1 പറഞ്ഞു. CPI-ക്ക് എത്ര ഉണ്ട്? 1 ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റവരാരാണ്? നിങ്ങൾ കൊന്നു കൊലയിട്ട വയനാട്ടിലെ അവരാണ്. ഡോക്ടർ ശൂരനാട്, ഇത് CPI-ക്കാർ കാണുന്നുണ്ട്. 6 സീറ്റിൽ മത്സരിക്കുന്നു, അവർ 3 സീറ്റിൽ ജയിക്കുകയാണ്. ആ MLA-കാരും ബ്രിട്ടാസെ, ആ MLA-കാരും നിങ്ങൾ കൊല ചെയ്തിട്ട MLA-കാരുടെ അവരും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഇടതുപക്ഷത്തിന്? അപ്പോൾ കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് ഇളമരംകരം പറയുന്നു, നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നാം UPA സർക്കാർ എത്ര അന്തസ്സായിട്ടാണ് പോയത്. CPM-ഉം CPI-യും അടങ്ങുന്ന ഏറ്റവും വലിയ പുരോഗമന കക്ഷികൾ കോൺഗ്രസിനുള്ളത് അഭിമാനമായി കണ്ടവരാണ് ഞങ്ങൾ. പക്ഷേ അതിനവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ധാർഷ്ട്യം, അഹങ്കാരം, നിങ്ങൾ നിസ്സാര കാര്യത്തിൽ BJP-യുമായി പങ്കിട്ട് അവിടുത്തെ ലോകസഭയിൽ നോട്ട് പകർത്തു പോകുന്നതിൽ CPM-ൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. മൻമോഹൻ സിംഗിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ നോട്ട് പങ്കെടുത്തതിൽ നിങ്ങളുണ്ടായിരുന്നു. ഇളമരം കരീമ് എന്തിനവിടെ നിന്ന് പോയി എന്നുള്ളൊരു മറുപടി പറയാമോ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ശാപം ഇന്ത്യയിൽ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ജനാധിപത്യ മൂല്യത്തെ തകർക്കാൻ, കോൺഗ്രസിൻ്റെ ഭരണകുത്തക തകർക്കാൻ CPM-ആണ് ലോകസഭയിൽ ഒന്നാം UPA സർക്കാരിനെ കുഴിച്ചുകൂടിയതിൽ BJP-യോടൊപ്പം ചേർന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. EM ശങ്കരൻ നമ്പൂതിരിയുടെ തനി ആവർത്തനമാണ് നിങ്ങൾ അവിടെ നടത്തുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ശാപം ശരി, ബീഹാറിലേക്ക് വാ, നമുക്ക് ബീഹാറിൽ പോവാം. ബീഹാറിലേക്ക് പോവാം. നമുക്ക് ഇളമരത്തിനോട് പറ, നമുക്ക് ബീഹാറിലോട്ട് പോകാം. ഇളമരം കരീം, താങ്കളൊന്ന് അനുവദിക്കേ, ഡോക്ടർ ശൂരനാടിന് ഒന്ന് ബീഹാറിലേക്ക് ഒന്ന് പോകണം. താങ്കൾ അനുവദിച്ചാലേ അദ്ദേഹത്തിന് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും ബീഹാറിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ബീഹാറിൽ ബ്രിട്ടാസ് ചോദിച്ച 3 ചോദ്യങ്ങൾ ശരിയാണ്. 1, റാന്തലിന് കരി പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിനെ എതിർത്ത് BJP-ക്ക് പരോക്ഷമായി പിന്തുണ കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ പ്രവചനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. ബീഹാറിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ BJP എന്ന് പറയുന്ന മാഫിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായി അവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും അവിടുത്തെ പിന്നോക്കക്കാരെയും ഒന്നാക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് അത് ധിക്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് മാറ്റിക്കൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത്. കാരണം അത് വളർന്നുകൂടാ. OYC-യുടെ മറ്റൊരു രൂപമാണ് ഈ പറയുന്ന ആക്ഷേപക്കാർ. രണ്ടാമത്, കോൺഗ്രസ് ഒതുക്കി കൊടുക്കുകയാണ്. എവിടെയാണ് ഒതുക്കി കൊടുക്കുന്നത്? മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കുവാൻ, പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷക്കാർക്കും
അവരുടെ പേരിലുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കോൺഗ്രസ് സ്വയം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം മധ്യപ്രദേശിലുണ്ടാകുന്നു, UP-യിലുണ്ടാകുന്നു, ഇവിടെ ഉണ്ടാകുന്നു. ശരിയാണ്. അത് ഈ രാഷ്ട്രീയമായി വലിയ മാറ്റമുണ്ടാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരല്പസമയമെടുക്കും. കോൺഗ്രസ് ഇന്ത്യയിൽ അതിശക്തമായി തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഓക്കെ, വ്യക്തമായി. ഞാൻ എനിക്കൊന്ന് പെട്ടെന്ന് ശ്രീ PV തോമസിലേക്ക് പോകണം. PV തോമസ്, ഞാനിപ്പം ഇടതുപക്ഷം സംബന്ധിച്ചൊരു കാർഡ് കാണിച്ചു, അതേപോലെ കോൺഗ്രസിൻ്റെ മുന്നിലെ ചോദ്യങ്ങൾ വന്നു. കോൺഗ്രസിൻ്റെ മുന്നിലെ ചോദ്യങ്ങളിൽ ഇന്ന് പ്രധാനപ്പെട്ട പല പരാമർശങ്ങളും ഞാൻ രാഷ്ട്രീയ കമൻറ്റേറ്റേഴ്സിൽ നിന്ന് ശ്രദ്ധിച്ചപ്പോൾ അതിലൊക്കെ വന്ന 2-3 ഘടകങ്ങൾ, ഒരു പക്ഷേ തേജസ്വിക്ക് കുറച്ചും കൂടി ഒരു കരുത്ത് അല്ലെങ്കിൽ പിന്തുണ കോൺഗ്രസ് നൽകിയിരുന്നെങ്കിൽ, ഒരു 50% എന്നുള്ള ഒരു വിക്ടറിയിലേക്ക് വന്നിരുന്നെങ്കിൽ, 50% വിക്ടറിയിലേക്ക് വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും മഹാസഖ്യത്തിന് ഭരിക്കാമായിരുന്നു. മഹാസഖ്യത്തിന് ബീഹാർ ഭരിക്കാമായിരുന്നു. ഇത് കോൺഗ്രസിൻ്റെ പരാജയമാണോ, ആകസ്മികമായി സംഭവിച്ചതാണോ, എന്താണിത് സൂചിപ്പിക്കുന്നത്? ഇത് കോൺഗ്രസ് മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. കോൺഗ്രസിന് അവിടെ കെൽപ്പില്ല എന്നുള്ളതാണ് അതിൻ്റെ. ഞാൻ ആദ്യം പറയുണ്ടായി, സംഘടനയില്ല, നേതാക്കന്മാരില്ല, അങ്ങനെ ഇല്ലാത്ത അവസ്ഥയാണ്. അത് ഉത്തർപ്രദേശിൽ അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ കാലം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പോലെ തന്നെ ബീഹാറിലൊക്കെ പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അവിടെ മിശ്രയൊക്കെ ജഗന്നാഥ് മിശ്രയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലം നമുക്കറിയാം. അതിനുശേഷം പിന്നെ അധപ്പതിച്ച് പോവുകയായിരുന്നു. അതിൽ ഒരു പരിധി ആദ്യം പറഞ്ഞ പോലെ മണ്ഡൽ കമ്മീഷൻ്റെ വരവുണ്ട്. കൂടാതെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ ആവിർഭാവം അതും കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ദേശീയ ബോധമുള്ള കോൺഗ്രസ്സുകാരെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അവരെല്ലാം സ്റ്റേറ്റിലെ ആ പൊളിറ്റിക്സിൽ മാത്രമാണ് ശ്രദ്ധ ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിലായാലും ശരി, ബീഹാറിലായാലും ശരി, UP-യിലായാലും ശരി, അങ്ങനെ തന്നെയാണ്. അതൊരു ദേശീയ ബോധം വരില്ല. അത് ഒന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് മുമ്പോട്ട് വരാൻ സാധിക്കുള്ളൂ. കോൺഗ്രസ്സിന് ശക്തമായ ഒരു സെക്യുലർ സഖ്യത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുള്ളൂ. അതില്ല, ബീഹാറിലുമില്ല. ബീഹാറിൽ കോൺഗ്രസ് എന്താ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് പുറത്തേക്ക് പോകാനുള്ള കാരണം എന്താണ്? സ്ട്രൈക്ക് റേറ്റ് വളരെ കുറഞ്ഞു പോയില്ലേ? എന്തായിരുന്നു അത്? ഇത് ആദ്യമേ തന്നെ കിട്ടാവുന്നതിലും ഫൈറ്റ് ചെയ്യാവുന്നതിലും കൂടുതൽ സീറ്റുകൾ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ജയിക്കുവാനുള്ള കോപ്പോ ആൾക്കാരോ യാതൊന്നുമില്ല, ഒരു മെഷീനറിയോ യാതൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സൂചിപ്പിച്ച പോലെ തന്നെ മഹാസഖ്യത്തിന് നല്ലൊരു എഡ്ജ് ഉണ്ടാകുമായിരുന്നു ഇതിനകം. ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ താങ്കൾ പറഞ്ഞു, അതായത് വാങ്ങിക്കൂട്ടുമെന്നുള്ളത് 70 സീറ്റുകൾ സ്റ്റിഫായിട്ട് ബാർഗെയിൻ ചെയ്തിട്ടാണ് കോൺഗ്രസ് വാങ്ങിയത്. 70 സീറ്റുകൾ. കോൺഗ്രസിന് അത്രയും അർഹതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ അന്നേരം ഉയർന്നിരുന്നു. പക്ഷേ തേജസ്വിക്ക് എങ്ങനെയെങ്കിലും ഒരു സഖ്യം, ആ സമയത്ത് ഒരുപക്ഷെ BJP വിരുദ്ധ സഖ്യം വളരെ ദുർബലമായിരുന്നു. അതുകൊണ്ട് ഉദാര വായ്പ തേജസ്വി കാണിക്കുകയും 70 സീറ്റ് എന്നുള്ള കോൺഗ്രസിൻ്റെ വിലപേശലിൽ അദ്ദേഹം വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സംഭവിച്ചതെന്താണ്? ആ 70 സീറ്റിൽ ജയിക്കുന്ന 20 സീറ്റ് മാത്രമാണ്. അതായത് 29% സ്ട്രൈക്ക് റേറ്റ് പോലുമില്ല. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 62, തേജസ്വിയുടെയും സ്ട്രൈക്ക് റേറ്റ് ഏറെക്കുറെ 60% അപ്പുറത്ത്. ഒരു 50% സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിന് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഇന്ന് മഹാസഖ്യം ഇന്ന് ബീഹാർ ഭരിച്ചേരി. തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായിട്ട് അതിനോട് യോജിക്കുന്നു. അത് കോൺഗ്രസിന് സാധിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് മഹാസഖ്യത്തെ കൊണ്ടുവരുമായിരുന്നെങ്കിൽ അത് വലിയൊരു വിജയമായിരുന്നു തന്നെ. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സാണ് ആത്മപരിശോധന നടത്തേണ്ടത്. അതൊരിക്കലും ചെയ്യാൻ പോകുന്നില്ല. ഈ 70 സീറ്റുകൾ ബാർഗെയിൻ ചെയ്യണം. അവിടെ കോൺഗ്രസ് ഒതുങ്ങിക്കൊടുക്കുന്നതായിട്ട് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ അവകാശപ്പെടുകയുണ്ടായി. അവിടെ ഒതുങ്ങിക്കൊടുത്തത് തേജസ്വി യാദവാണ് ഒതുങ്ങിക്കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 70 സീറ്റുമായിട്ട് വന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അത് ആരാണ് സ്ഥാനാർത്ഥി, അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ, സംഘടനാ വിഭവം ഉണ്ടോ, പ്രവർത്തകരുണ്ടോ, നേതാക്കന്മാരുണ്ടോ, ഇതൊന്നും അറിയാതെയാണ് 70 സീറ്റുകൾ മത്സരിച്ച് വിലവേശി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു പിടിപ്പുകേടാണ് ഒരു പരിധി വരെ ഇവിടെ മഹാസഖ്യത്തിലുണ്ടായ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. അതായത് ഡോക്ടർ ശൂരനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2015 27 സീറ്റ് കോൺഗ്രസ് ജയിച്ചിരുന്നതാണ്. ആ ജയിച്ച സ്ഥാനത്താണ് ഇന്ന് 20 സീറ്റിലേക്ക് പോകുന്നത്. ജയസൂര്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ BJP ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണ് എങ്കിൽ, അതായത് 122, 123 എന്നുള്ള സംഖ്യയിൽ ഒരുമിതിക്കുകയാണ്. കേവല ഭൂരിപക്ഷം തൊട്ടില്ല, ഒരു സീറ്റ് കടന്നു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്.
എങ്കിലും ലഡു വിതരണത്തിനുള്ള പിന്നെ സമയമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മുതിർന്ന BJP നേതാക്കൾ പറയുന്നത്. ഒരു BJPയുടെ ഭാഗത്ത് നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപഗ്രഥനം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കൊടുക്കാൻ പറ്റുക? ഞങ്ങൾക്ക് BJPയെ സംബന്ധിച്ചൊരു അനാലിസിസ് നമുക്ക് ഈ വേളയിൽ നമുക്ക് നൽകുകയാണെങ്കിൽ, ഞാൻ ഇത് വളരെ നിഷ്പക്ഷമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. താങ്കളൊന്ന് നോക്കുക. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ബഹുമുഖ തന്ത്രമായിരുന്നുണ്ടായിരുന്നത്. എന്താണ് ബഹുമുഖ തന്ത്രം? വളരെ വ്യക്തമാണ്. മുന്നണിക്ക് പുറത്തും സഖ്യത്തിനുള്ളിലും പോരാട്ടം. ഒന്ന് ഹോൾഡ് ചെയ്യുക അവിടെ. PV തോമസ്, മുന്നണിക്ക് പുറത്തും സഖ്യത്തിനുള്ളിലും പോരാട്ടം. അതായത് മഹാസഖ്യത്തെ തോൽപ്പിച്ചാൽ മാത്രം പോരാ, സഖ്യത്തിനുള്ളിലുള്ള നിതീഷിനെ അരിയേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി BJP ഏറ്റെടുത്തു. താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട് PV തോമസ്? തീർച്ചയായിട്ടും യോജിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ ചിരാഗ് പാസ്വാൻ NDAയിൽ നിന്നും ഡൽഹിയിലുണ്ട്, NDAയിൽ ബീഹാറിലില്ല. എന്നിട്ട് അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? ഒരു ആക്ഷൻ എടുത്തില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് വീണ്ടും സ്പോയിൽ സ്പോട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു BJPയുടെ ഒരു ചെറിയൊരു ആളായിരുന്നു ചിരാഗ് പാസ്വാനും LJP. ജയസൂര്യന്റെ മുമ്പിലേക്ക് വീണ്ടും വരുന്നു. നമ്മുടെ അപഗ്രഥനം പൂർത്തിയായിട്ടില്ല. ബഹുമുഖ തന്ത്രം 2, മുന്നണിക്കുള്ളിലും പുറത്തും പോരാട്ടം. നിതീഷിനെ അരിയുന്നതിൽ വിജയിച്ചു. എന്തുകൊണ്ടാണ് വിജയിച്ചത്? നിതീഷിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റുകൾ എത്രയാണ്? കേവലം 43 സീറ്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. നോക്കുക, അതായത് ഒന്നാം കക്ഷി, സഖ്യത്തിലെ ഒന്നാം കക്ഷി നിതീഷാകുമോ എന്നുള്ള ആശങ്കയിൽ നിന്ന സമയത്താണ് സഖ്യത്തിൽ 74 എന്ന് BJPയിലെത്തിയപ്പോൾ നിതീഷ് കുമാർ 43 എന്നുള്ള സംഖ്യയിലേക്ക് എത്തിയത്. ഒന്നാം സ്ഥാനത്തിനായി RJDയുമായി പോരാട്ടമാണ് ഇപ്പോൾ BJPക്ക്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, RJD 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു, BJP 74 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അപ്പം വളരെ സ്ട്രാറ്റജിക്കലായിരുന്നു. ഒന്ന്, സഖ്യത്തിനുള്ളിൽ നിതീഷിനെ അരിയുക. 2, ബീഹാർ പൊളിറ്റിക്സിൽ മഹാസഖ്യത്തെ പരാജയപ്പെടുത്തുക മാത്രമല്ല ഒന്നാം പാർട്ടിയായിട്ട് ഉരുത്തിരിയുക. മഹാരാഷ്ട്രയിൽ പണ്ട് ശിവസേനയുമായിട്ടുള്ള സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് BJP അനുവർത്തിച്ച ഒരു തന്ത്രം ഇവിടെ ഫലപ്രദമായിട്ട് പയറ്റ് ജയിച്ചു. 2, അടുത്തിലേക്ക് പോകുന്നു. മോദി പ്രഭാവത്തിന് അടിവരയിട്ടു. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? മോദി എന്നുള്ള പേരിൽ മാത്രമാണ് BJP അവിടെ മത്സരിച്ചത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ശേഷം പിന്നീട് BJPയുടെ എല്ലാ പ്രചരണത്തിനും നരേന്ദ്രമോദിയുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. നിതീഷ് കുമാറിനെ അവിടെ നിന്ന് ഒഴിവാക്കി, പരിപൂർണമായിട്ടും ഒഴിവാക്കി. ഒന്നാം ഘട്ടത്തിൽ മാത്രമാണ് നിതീഷ് കുമാറിനെ ഒരു സഖ്യകക്ഷി നേതാവായിട്ട് തങ്ങളുടെ പ്രചരണത്തിൽ ഉപയോഗിച്ചത്. പിന്നീട് മോഡി മാത്രമായിട്ട് മാറി. കേന്ദ്രഭരണത്തിൻ്റെ ചിറകിൽ പറക്കാൻ ഒരുങ്ങുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ 1 or 2 സീറ്റ് കുറവാണെങ്കിലും കേന്ദ്രഭരണത്തിൻ്റെ ഇൻവെർട്ടർ കോമ ഒരു വാങ്ങൽ ശേഷിക്ക് അവിടെ അടിവരയിടാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി ഒരു പോസിറ്റീവ് BJPയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് വശം കൂടിയുണ്ട്. എന്താണ്? ബംഗാളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു കച്ചമുറുക്കാനുള്ള ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് വേണമെങ്കിൽ ബീഹാറിലെ ഈ ഒരു നേട്ടത്തെ BJPക്ക് കാണാൻ കഴിയും. ജയസൂര്യൻ, എത്ര നിഷ്പക്ഷമായിട്ടാണ് ജയസൂര്യൻ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്? താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ആക്ഷേപമുണ്ടോ? ശരിയാണ്. താങ്കളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് ഈ ഒരു നിരീക്ഷണം അവതരിപ്പിച്ചു എന്ന് തോന്നാം. ഏതായാലും ഞാൻ വ്യക്തമായിട്ട് അതിനോട് പ്രതികരിക്കാം. അതിനു മുമ്പ് ശ്രീ ശൂരനാട് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈ കോൺഗ്രസ് ഒതുങ്ങിക്കൊടുത്ത് മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ ശ്രീ ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ വളരെ നിഷ്പക്ഷമായിട്ട് ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു. കോൺഗ്രസ് ഈ 70 സീറ്റ് വാങ്ങുന്നതിന് പകരം ഒരു 40 സീറ്റ് വാങ്ങി, അല്ലെ 35 സീറ്റ് വാങ്ങി മത്സരിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് ഒതുങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന ആ സീറ്റുകളിൽ തേജസ്വി യാദവിന്റെ പാർട്ടിയോ അതല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികൾ കൂടുതൽ അവസരം കൊടുത്തുള്ളായിരുന്നോ? അവിടെ തന്നെ നിങ്ങൾ എന്തിനാ മറ്റു പാർട്ടി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശ്രീ എളമരം കരീമിനെ മറ്റു പാർട്ടി അത് പറയാം.
അല്ല, അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയാം. അതായത് അവിടെ രണ്ട് മുന്നണികൾ വേറെ വരില്ലായിരുന്നു. അതായത് മഹാഗഠബന്ധൻ എന്ന് പറയുമ്പോഴും മഹാഗഠബന്ധന് പുറത്ത് വേറെ രണ്ട് മുന്നണിയുണ്ട്. പപ്പു യാദവിന്റെ മുന്നണിയുണ്ട്, ഒവൈസിയുടെ മുന്നണിയുണ്ട്. ഈ രണ്ട് മുന്നണികൾക്കും അവിടെ ഒരു സ്പേസ് ഉണ്ടാകുമായിരുന്നില്ല ഈ കോൺഗ്രസ് ശരിക്കും ഒതുങ്ങിക്കൊടുത്തതായിരുന്നുവെങ്കിൽ. അപ്പോൾ ആ രണ്ട് മുന്നണികളെ കൂടി ഈ മഹാഗഠബന്ധന്റെ ഭാഗമാക്കി ചേർക്കാനുള്ള ബുദ്ധിവൈഭവം കോൺഗ്രസിനോ തേജസ്വി യാദവിനോ ഇല്ലാതെ പോയാൽ അത് സ്വാഭാവികം. അത് പോട്ടെ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിവൈഭവത്തിന്റെ കാലഘട്ടം പോയി. സീറ്റും വോട്ടും എല്ലാം പോയാലും ബുദ്ധി മാത്രം ഇനിയും പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന CPIM-നും CPI-ക്കും ഉപദേശിക്കാമായിരുന്നു, കോൺഗ്രസെ ഇത് അപകടമാണ്, നിങ്ങൾ ഒന്ന് ഒതുങ്ങി തന്നാൽ നമുക്ക് ബാക്കി എല്ലാവരെയും കൂടി ചേർത്ത് ഈ മഹാഗഠബന്ധൻ പൂർണ്ണമാക്കാം എന്ന് പറയുകയും ആ ഉപദേശം CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിൻ്റെയും ആ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കുറെ കൂടി അഭിമാനകരമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷത്തിന് ബീഹാറിൽ തലയുയർത്തി നിൽക്കാമായിരുന്നു. അതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ നിതീഷ് കുമാറിനെ അരിയുക എന്നുള്ള ലക്ഷ്യം BJPക്ക് ഇല്ല. കാരണം നിതീഷ് കുമാർ സീറ്റ് കൊണ്ട് വളരെ പുറകിലാണെങ്കിലും മുമ്പിലാണെങ്കിലും എന്താണെങ്കിലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ബീഹാറിൽ അതിൻ്റെ രാഷ്ട്രീയം തുറന്നു വെക്കുന്നത് ജനങ്ങൾക്ക് മുമ്പാകെ. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റ് കുറവായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് കുറവായിക്കോട്ടെ, സ്ട്രൈക്ക് റേറ്റ് കുറവായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹമാണ് മുഖ്യമന്ത്രി. ഈ ഒരു നിലപാടാണ് അവിടെ BJP കൈക്കൊണ്ടിരുന്നത്. ഇത്തവണയും യാതൊരു സംശയവുമില്ല, ഇത്തവണയും അത് തന്നെ ആയിരിക്കും BJP പറഞ്ഞതും നടപ്പാക്കാൻ പോകുന്നതും. അത് ബീഹാറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. ജയസൂര്യൻ, ഒരു ഒറ്റ കാര്യമുള്ളൂ. അതായത് 74 സീറ്റുള്ള BJP 43 സീറ്റുള്ള JDUയുടെ നേതാവ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ അദ്ദേഹം ശക്തനാകുകയാണോ ദുർബലനാകുകയാണോ അദ്ദേഹം മുടന്തി നീങ്ങുകയാണോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ടി വരും. അതും എത്ര കാലത്തേക്ക് നിങ്ങൾ വെക്കും? ഇപ്പം തന്നെ അവിടെ BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇനി BJP നയിക്കണം എന്നുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അവിടെ നിതീഷ് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാലും പിന്നിലുള്ള ചരടുവള്ളികളുടെ ആക്കം എത്രത്തോളം ഉണ്ടാവും? അല്ല ബ്രിട്ടാസെ, അവിടെ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് നല്ല അവസരം ഉണ്ടായിരുന്നു. അതായത് NDA സഖ്യം വിട്ടുപോയി. നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റില്ല. BJP അംഗീകരിക്കാം, താമര അംഗീകരിക്കാം, നരേന്ദ്രമോദി അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. നരാധവനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വിട്ടുപോയ ആള് അതേ നരേന്ദ്രമോദി അംഗീകരിച്ച് തിരിച്ചു വന്ന് ജയസൂര്യന് ഇപ്പൊ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് നിതീഷ് കുമാറിനെ ഓർമ്മപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. അത് ചെറുതല്ല, അത് മറന്നിട്ടില്ല. നരേന്ദ്രമോദിയെ നരാധമെന്ന് വിളിച്ച ആളാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനും ഒരു പ്രതിധ്വനിയായിട്ട് നിങ്ങളുടെ മേഖലയിൽ അത് ഉണ്ട് അല്ലേ? സൂര്യനാട് അതല്ലേ സൂര്യനാട് പറയാൻ ഉദ്ദേശിച്ച്? അതാണ് ഏറ്റവും നല്ല നിരീക്ഷണം. അതാണ് അത് കറക്റ്റാണ്. അതായത് ജയസൂര്യൻ ഒരു അനുബന്ധമുണ്ട്. മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ അനുഭവം, മഹാരാഷ്ട്രയിലെ ശിവസേന അനുഭവം പ്രസവിച്ചെടുപ്പോൾ തന്നെ കുട്ടിയെ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ് BJP. അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഘടകകക്ഷികളും ഇപ്പം എവിടെ നിൽക്കുന്നു? എവിടെയുണ്ട്? ശിവസേന എവിടെയുണ്ട്? വലിയ ഒരു ഉദാഹരണവും ഉപമയാണ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ ഇരിക്കുന്നത്. അതായത് പ്രസവിക്കുന്ന കുഞ്ഞിനെ തന്നെ ഭക്ഷിക്കുന്ന ഒരു രീതിയാണ് BJP-യുടേത്. ക്ഷീണമനക്കറിയും എന്തായാലും ഞാൻ തിരിച്ചു വരാം. ശൂരനാട് താങ്കൾക്ക് പറയാനുള്ള അവസരം തരുന്നതാണ്. ശ്രീ ഇളമ്പനങ്കരിയും. അതായത് ശ്രീ ജയസൂര്യൻ ആദ്യ ഭാഗത്ത് വളരെ വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യം പറഞ്ഞു. വസ്തുനിഷ്ഠമെന്ന് ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ തോന്നാവുന്ന രീതിയിൽ, അതായത് കോൺഗ്രസ് കുറച്ചും കൂടി ഒരു മഹാമനസ്കത അല്ല, ഒരു ഉദാരവായ്പ കാണിച്ചിരുന്നെങ്കിൽ ആ 70 സീറ്റിൽ കുറച്ച് ഒവൈസിക്കും BSPക്കും പപ്പു യാദവിനും കൊടുത്ത് കുറച്ച് സീറ്റ് ശ്രീ ഇളമ്പനം കരീമിനും കൂടെ കൊടുത്ത് ഒന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മഹാസഖ്യം അധികാരത്തിൽ വരില്ലായിരുന്നോ എന്നൊരു ചോദ്യം ജയസൂര്യൻ. സാധാരണ BJP-ക്കാരൊന്നും അങ്ങനെ ചോദിക്കുന്നതല്ല, പക്ഷേ ജയസൂര്യൻ വളരെ മാന്യനായിട്ടുള്ള ഒരാളായതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വാക്കുകളായിട്ട് അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞു. 2, നിതീഷ് കുമാറിന് വേണ്ട മാന്യത കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിലനിർത്തും എന്നുള്ളൊരു വാഗ്ദാനവും.
ഞങ്ങളാണ് നിങ്ങളെ മുഖ്യമന്ത്രി ആക്കുന്നതെന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തും. അതോടൊപ്പം തന്നെ പണ്ട് നരേന്ദ്രമോദിയെ താൻ നരാധമെന്ന് വിളിച്ചിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നോളൂ എന്ന് പറയാനുള്ള മഹാമനസ്കത BJP കാണിക്കും. ശ്രീ കരീം, ഈ ബീഹാറിൽ BJP വളരെ സാമർഥ്യപൂർവ്വമാണ് അവരുടെ കരുക്കൾ നീക്കിയത്. അതിലൊന്ന്, നിതീഷ് കുമാറിനെ അശക്തനാക്കുക, BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരിനെ കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് അവരുടെ ഉയർന്ന നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞതുമാണ്. എന്നാൽ മുന്നണിയിൽ ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം മുഖ്യമന്ത്രി ജനതാദൾ യു നേതാവ് നിതീഷ് കുമാർ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു വച്ചു. പക്ഷെ അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. തുടക്കത്തിൽ അങ്ങനെ ആകാമെങ്കിലും ഭാവിയിൽ BJPയുടെ മേൽക്കൈ ഈ പുതിയ മുന്നണിയുടെ മേൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് പുതിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, NDAക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ മഹാസഖ്യം രൂപം കൊള്ളുമ്പോൾ പ്രായോഗികമായ നിലപാടാണോ ഓരോ പാർട്ടിയും സ്വീകരിച്ചത് എന്നത് ഒരു സ്വയം പരിശോധന അതാത് പാർട്ടികൾ നടത്തട്ടെ. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നേരത്തെ ശൂരനാട് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നതെങ്കിൽ, ചെറിയ നമ്പറാണ് NDAക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ ആവശ്യമെങ്കിൽ അത് മാനേജ് ചെയ്യാൻ അവർ സ്വീകരിക്കുന്ന മാർഗത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കണ്ടു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗോവ, പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ നോക്കൂ. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സുർജേവാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഭിപ്രായ വോട്ടെടുപ്പുകളൊക്കെ വന്നപ്പോൾ നേരെ പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒരു റിസോർട്ടിലാക്കി. എന്താ നൽകുന്ന സൂചന? BJPയുടെ വിൽപ്പന വാങ്ങലിന് മുമ്പിൽ പെട്ടുപോകാതിരിക്കാൻ. ഇതാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നത്തെ ഒരവസ്ഥ. അതിൽ നിന്ന് മാറാതെ ജനങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ് അവർക്ക് ക്രെഡിബിലിറ്റി നേടാൻ സാധിക്കുക? പുതിയ ഒരു അവസ്ഥയിലേക്ക്, സാഹചര്യത്തിൽ BJP RSS ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ നേതാവാകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ആ ദൗർബല്യത്തിൽ നിന്ന് മറികടക്കാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യമുണ്ടാക്കാൻ സാധ്യമല്ല. നയത്തിൻ്റെ പേരിലാണ് ഈ ഐക്യമുണ്ടാക്കേണ്ടത്, സീറ്റുകളുടെ പേരിലല്ല. ഇവിടെ ഇടതുപക്ഷവും ഈ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മനുഷ്യരുടെ ചില പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നു. അവിടെ ക്ഷേത്രം മാത്രം പറയാൻ BJPക്ക് സാധിച്ചില്ല. എങ്കിലും അവർ ക്ഷേത്രവും CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. എന്നാൽ RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യം ഉന്നയിച്ച ജനകീയ പ്രശ്നങ്ങളിൽ ചിലതിന് അവർക്ക് മറുപടി പറയേണ്ടി വന്നു. ആ രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ആവുന്നില്ല എന്നതാണ് അവരുടെ ദൗർബല്യം. അതിലവർ മാറ്റം കൊണ്ടുവരാതെ BJPയെ എങ്ങനെയാണ് അവർക്ക് BJP ഇന്ന് വളരെ വ്യക്തം. ഡോക്ടർ ശൂരനാട്, ശ്രീ എളമരം കരീം പറഞ്ഞൊരു വാസ്തവമാണ്. കാരണം വെച്ചാൽ ഇവിടെ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹോട്ടലുകളും റിസോർട്ടുകളും ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. മാത്രമല്ല, അതായത് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA ജയസൂര്യൻ റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവരെ ഏത് കൂട്ടിക്കൊണ്ട് പാർപ്പിക്കും, ഏത് ഹോട്ടലിൽ, ഏത് റിസോർട്ടിൽ കൊണ്ടു, അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യം തന്നെ പാറ്റ്നയിലേക്ക് എത്തിയത്. ഇനി രണ്ടാം ഘട്ടം എന്ന നിലയിൽ അവർക്ക് വേണ്ടി വണ്ടി ഒരുക്കി, ഒന്നിലോ പഞ്ചാബിലേക്ക് അല്ലെ രാജസ്ഥാനിലേക്ക് വണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ഈ റിസോർട്ട് പൊളിറ്റിക്സിൽ നിന്ന് എപ്പോഴാണ് കോൺഗ്രസിന് മുതൽ ലഭിക്കുക? ഇതൊക്കെ കാണുന്ന വോട്ടർമാരായിരിക്കും ഒരുപക്ഷെ താങ്കളുടെ സ്ട്രൈക്ക് റേറ്റ് കുറച്ച് വെച്ചത്. ഒരു ന്യായമായ ചോദ്യമല്ല ശ്രീ എളമരം ചോദിച്ചത്. അദ്ദേഹം സ്നേഹിതനാണെങ്കിലും ചോദ്യങ്ങളായിട്ട് ചോദിക്കണ്ടേ? തീർച്ചയായിട്ടും ബ്രിട്ടാസെ, ഞാൻ തീർച്ചയായിട്ടും ആ എളമരം കരീമിൻ്റെ ഇപ്പോഴത്തെ നിഗമനങ്ങളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഇന്ത്യൻ ജനാധിപത്യം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കോൺഗ്രസ് മാത്രമല്ല റിസോർട്ട് ഉണ്ടാക്കിയത്, BJP, ഇന്ത്യ ഭരിക്കുന്ന BJP. ഈ BJPയുടെ MLAമാരെ മാറ്റാൻ ബീഹാറിലല്ല ഈ അടുത്ത ദിവസം നമ്മൾ വാർത്ത കണ്ടതാണ്. BJPയുടെ ആൾക്കാരെ മാറ്റി താമസിച്ച സ്ഥലങ്ങൾ നമ്മൾ വാർത്തയിൽ വായിച്ചതാണ്. അത് ഇന്ത്യൻ ജനാധിപത്യം ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയാണ്. തെറ്റാണ്.
അതൊരിക്കൽ കോൺഗ്രസ്സിനാണ് അത് ഏറ്റവും കൂടുതൽ ബാധകമായി വന്നിട്ടുള്ളത്, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ജയസൂര്യ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കായിരുന്നു. കുറച്ചുകൂടി കോൺഗ്രസ് ഒതുങ്ങു കൊടുത്ത് OYC പോലുള്ള മുന്നണിക്ക് ഈ മുന്നണിയിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇത് അമിത്ഷായുടെ ക്രിയേഷനല്ലേ OIC? അവർ ഞങ്ങളുടെ മുന്നണിയിൽ അംഗത്വം കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോട്ടെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം ബീഹാറിലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ളതിൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അത് ഈ തേജസ്വിയെപ്പോലൊരാളെ തേജസ്വിയാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ അതിശക്തമായ നേതൃത്വമാണ് ഭരിച്ചത് എന്നുള്ള കാര്യം കാലം തെളിയിക്കും, ഒരു സംശയവും വേണ്ട. വ്യക്തമായി ഡോക്ടർ ശൂരനാടൻ്റെ വാക്കുകളിൽ ഒരു കാര്യമുണ്ട്. അതായത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് തേജസ്വിയാക്കി മാറ്റിയെന്നുള്ളത്. ശ്രീ PV തോമസ്, ഇപ്പോൾ താങ്കൾ വളരെ ജാഗ്രതയാണ് പാലിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ട്രെൻഡ് അനുസരിച്ച് NDA ദേശീയ ജനാധിപത്യ സഖ്യം 126 സീറ്റിൽ ലീഡ് ചെയ്യുകയാണ്. മഹാസഖ്യം 110 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. കേവല ഭൂരിപക്ഷം വന്ന 122 ദേശീയ ജനാധിപത്യ സഖ്യം മറികടന്നതായി ഇപ്പോൾ ഈ ഒരു മുഹൂർത്തത്തിൽ ഇനിയും ഒരു 50 ലക്ഷത്തോളം വോട്ടുകൾ എണ്ണാനുണ്ടെന്നുള്ള വാസ്തവമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ നിമിഷം നമുക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫലസൂചകം അതാണ്. താങ്കൾ ഇപ്പോഴും എങ്ങോട്ട് ഈ ഭരണം പോകുമെന്ന് പ്രവചിക്കാൻ തയ്യാറല്ല. എന്താണ് തോമസ്? ഇല്ല, നമുക്കതിൻ്റെ 50 ലക്ഷം വോട്ട് കൂടി എണ്ണാനുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമത്? കാരണം ഇത് ആദ്യം തൊട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ NDAക്ക് വ്യക്തമായിട്ടുള്ളൊരു മുൻകൈ ഉണ്ടെന്ന് നമുക്ക് പറയാം. NDA ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും NDAക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ മഹാസഖ്യത്തെ ഞാനിപ്പോഴും എഴുതിത്തള്ളുന്നില്ല. അവർക്കും അതുപോലെ തന്നെ തിരിച്ചു വരാൻ സാധിച്ചേക്കാം. കാരണം ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ലീഡ് വളരെ കുറവാണ് പല സ്ഥലങ്ങളിലും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ വന്നിരിക്കാം. അത് തന്നെയാണ് ഡൽഹിയിൽ ഞാൻ പലരോടും സംസാരിച്ചപ്പോഴും ബീഹാറിൽ പോയ മാധ്യമപ്രവർത്തകരും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. കാരണം ബീഹാർ പൊളിറ്റിക്സ് നമുക്ക് നോക്കണം, അത് അവസാനം വരെ നോക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇതുപോലെ സംഘടനത്തിൽ അത് ഇഞ്ചോട് ഇഞ്ച് ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. എങ്കിലും തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ NDAക്ക് ഒരു മുൻകൈ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 126 എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും 110ലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു മഹാസഖ്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ തന്നെയും നമുക്കൊന്നും കൂടി കാത്തിരിക്കണം, കണ്ടറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തോമസ്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപക്ഷെ BJP അധികാരത്തിൽ വന്ന ശേഷം അത് കോൺഗ്രസ് ആണെങ്കിലും സംഭവിക്കുന്നൊരു കാര്യം, അതായത് ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഒരു ഭരണം കിട്ടണമെങ്കിൽ കൺവിൻസിങ് മജോറിറ്റി ഉണ്ടാകണം, വളരെ കൃത്യമായിട്ടുള്ള മജോറിറ്റി ഉണ്ടാകണം, വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായ മജോറിറ്റി ഉണ്ടാകണം. BJPക്ക് NDAക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ ഒരു മജോറിറ്റി വേണമെന്നില്ല, ഭൂരിപക്ഷം വേണമെന്നില്ല. ആ ഹാഫ് വേ മാർക്കിൻ്റെ ഏതെങ്കിലും ഒന്ന് 4 അയൽവക്കത്തൊന്ന് മുട്ടി നിന്നാൽ മതി. ഇത് സ്വാഭാവികമായിട്ടും ജയസൂര്യയെ തുണയ്ക്കുന്നൊരു ഘടകമല്ലേ തോമസ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് രാജ്ഭവനിൽ ആളുണ്ട്. അപ്പോൾ ആ രീതിയിലും അവർക്ക് മുൻകൈയുണ്ട്. ഇപ്പോൾ ഈ നിലപാട് തീർച്ചയായിട്ടും മഹാസഖ്യവും NDA മഹാസഖ്യത്തിൻ്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും അറിയേണ്ട, NDA അതിൻ്റെ അധികാരത്തിൽ വരുന്ന കാര്യം അറിയാം. കാരണം അവർക്ക് എത്ര കുറവുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ റിസോർട്ട് പൊളിറ്റിക്സും എല്ലാം ഉണ്ട്, എല്ലാം സാധിക്കും. കൂടാതെ തന്നെ രാജ്ഭവനിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ പറ്റും. അങ്ങനെ എത്രയോ സംസ്ഥാനങ്ങളിൽ നടന്നു കഴിഞ്ഞു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ പോലും അധികാരത്തിൽ വരുവാനുള്ള ഒരു മാജിക് ശക്തി, ഒരു മാസ് ശക്തി BJPക്ക് ഉണ്ട്. അത് അധികാരം കയ്യിലുള്ളതുകൊണ്ടാണ് കേന്ദ്രത്തിൽ. അതുകൂടാതെ തന്നെ റിസോഴ്സസ് ഉണ്ട്. അത് എത്ര പണമാണ് ഉദ്ദേശിച്ചത്, എത്ര പണം വേണം മുടക്കാനും MLA-മാരേക്ക് വാങ്ങിക്കാനും സാധിക്കും. അത് ഞാൻ BJP മാത്രം ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറ്റുമെങ്കിൽ ചെയ്യുന്നതാണ്. കോൺഗ്രസ് അതുപോലെ തന്നെ ചെയ്യുന്നതാണ്, BJP അതുപോലെ തന്നെ ചെയ്യുന്നു. ായിരിക്കാം അതെ ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ അത് തിരിച്ച് പണിയായിട്ട് കിട്ടുന്നു. അതാണ് ഇതിനിടയിൽ ഈ പറഞ്ഞ ഒവൈസിനെ മായാവതിയൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ജയസൂര്യൻ കുറച്ചു മുമ്പ് ശ്രീ ഡോക്ടർ ശൂരനാട് രാജശേഖരന് ക്ലാസ് എടുത്തു കൊടുത്തു. അതായത് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ പിന്നെ പണ്ഡിതനായൊരു രാഷ്ട്രീയക്കാരനാണ്, ഡോക്ടറേറ്റുള്ള രാഷ്ട്രീയക്കാരനാണ്, ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജയസൂര്യൻ ചില ക്ലാസ് എടുത്തു കൊടുത്തു. അതായത് ചിലരെയും കൂടി ആ മുന്നണിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, അദ്ദേഹം ആ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ച 2-3 പാർട്ടി, അത് ഞാൻ പറഞ്ഞുതരാം. ഒവൈസി, മായാവതി
എങ്ങനെയാണ് ഒവൈസിയും മായാവതിയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്, അവരുടെ രസതന്ത്രം എന്താണെന്നുള്ളത് നോക്കിക്കളയാം. മുസ്ലിം ദളിത് വോട്ടുകൾ ഭിന്നിപ്പിച്ചു. ആർക്ക് വേണ്ടി ഭിന്നിപ്പിച്ചു? ജയസൂര്യക്ക് വേണ്ടി ഭിന്നിപ്പിച്ചു. നോക്കുക, സീമാഞ്ചൽ മേഖലയിൽ മഹാസഖ്യത്തിൻ്റെ വോട്ടിൽ വെള്ളൽ വീഴ്ത്തി. സീമാഞ്ചൽ അത് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ജയസൂര്യൻ ഞാൻ പറഞ്ഞു, അതായത് ഈ സീമാഞ്ചൽ മേഖല എന്ന് പറയുന്നത്, ഞാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് പലവട്ടം കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ശ്രീ PV തോമസിനും അറിയാം, ശ്രീ എളമരം കരീമിനും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ ആ മേഖലയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ബീഹാറിലെ ഏക MP കിഷൻഗഞ്ചിൽ നിന്നാണ്. കിഷൻഗഞ്ചും അറാറിയയും കത്തിഹാറും പൂർണിയൊക്കെ ഉൾപ്പെടുന്ന ആ ജില്ലകൾ ഉൾപ്പെടുന്ന 24 നിയമസഭാ മണ്ഡലങ്ങളുള്ള മുസ്ലിങ്ങൾക്ക് നിർണായകമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് സീമാഞ്ചൽ. മുസ്ലിങ്ങളുടെ ജനസംഖ്യ അല്ലെങ്കിൽ വോട്ടർ അനുപാതം നോക്കുകയാണെങ്കിൽ 47% മുസ്ലിംസാണ്. അതിൽ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ്റെ ഏക MP കിഷൻഗഞ്ചിൽ നിന്നാണ്, ജാവേദ് മുഹമ്മദാണെന്ന് തോന്നുന്നു. ആ മണ്ഡലത്തിൽ 70% മുസ്ലിം വോട്ടുകളാണുള്ളത്. അത്ഭുതകരമായിട്ട് ഈ സീമാഞ്ചൽ മേഖലയിലാണ് ഒവൈസിയുടെ പാർട്ടി 4 സീറ്റിലോളം വിജയിക്കുന്നത്. 5 സീറ്റിൽ നോക്കുക. അതായത് മഹാസഖ്യത്തിന് കിട്ടേണ്ട സീറ്റുകൾ അപഹരിച്ചു എന്ന് മാത്രമല്ല, പല സീറ്റുകളിലും ഈ പറഞ്ഞ മഹാസഖ്യത്തെ തോൽപ്പിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഒവൈസി ചട്ടുകമായി. ഇതാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. അടുത്ത പോയിന്റ് നോക്കുക, ഇതേ തന്ത്രമാണ് മുസ്ലിം മണ്ഡലങ്ങളിൽ പോലും BJP വിജയിച്ചു. മുസ്ലിങ്ങൾക്ക് 40-42% വോട്ടുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥി വിജയിച്ചു? കാരണം ഇത് മാത്രമാണ്, ഈ പറയുന്ന ഒവൈസി ഫാക്ടർ. ഇതേ തന്ത്രമാണ് ഈ ഒവൈസി മഹാരാഷ്ട്രയിലും UP-യിലും കളിച്ച അതേ തന്ത്രമാണ് ബീഹാറിലും പയറ്റിയത്. ഒവൈസിക്ക് 5 സീറ്റ് കിട്ടി എന്നുള്ളതല്ല, ഒരുപാട് സീറ്റുകളിൽ മഹാസഖ്യത്തെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വെറുതെയല്ല ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ ഈ ഒവൈസിനെ അമിത്ഷയുടെ ക്രിയേഷൻ എന്ന് വിളിച്ചത്. അമിത്ഷയുടെ സൃഷ്ടിയാണ് ഒവൈസി എന്ന് ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ വെറുതെയല്ല വിളിച്ചത്. ജയസൂര്യൻ, ഇതാണ് നിങ്ങൾ കളിക്കുന്ന കളി. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയുകയാണ്, സൂര്യനാടെ നിങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് കൂട്ടിക്കൂടായിരുന്നോ, അവരെ മുന്നണിയിൽ എടുത്തുകൂടായിരുന്നോ, അവരെ സെക്കൻഡ് ചേർത്തത്. കേൾക്കുന്ന ആൾക്കാർ എന്തൊരു ഉദാരമനസ്കനാണ് ഈ ജയസൂര്യൻ എന്തെല്ലാം ചിന്തിക്കുക അല്ലേ സൂര്യനാടെ? ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? ഈ ജയസൂര്യൻ എന്തൊരു നല്ല തങ്കപ്പെട്ട 24 കാരറ്റ്. സൂര്യനാട് എന്തൊരു കാര്യം കൂടി ചേർക്കാൻ വേണ്ടി സൂര്യനാട് ഇങ്ങനെ വെമ്പി നിൽക്കുന്നുണ്ട്. കേട്ട് പറ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അമിത്ഷായുടെ ഒരു റോളിനെ പറ്റി ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. അത് വാസ്തവത്തിൽ നമ്മുടെ കറുത്ത ജനാധിപത്യത്തിൻ്റെ കറുത്ത ഏടുകൾ വരുന്ന കാലങ്ങളിൽ ചരിത്രകാരന്മാർ വിധി എഴുതുന്ന ഏടുകൾ. ഇതൊക്കെ താൽക്കാലികമാണ്, വെറും താൽക്കാലികം. ഒവൈസി എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസം. പക്ഷേ അതൊക്കെ പാവങ്ങളുടെ സ്ഥലത്ത് കുറെ വിറ്റുപോകും. ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ ഒവൈസി 5 സീറ്റിലാണ് വിജയിക്കുന്നത്. 5 സീറ്റിൽ ആദ്യമായിട്ടാണ് ബീഹാറിൽ അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുന്നത്. ജയസൂര്യൻ, ഇതാണ് നിങ്ങൾ ചെയ്യുന്ന പണി. 50 സീറ്റുകളിൽ മഹാസഖ്യത്തിനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞു. 1000-ന്റെ ജയസൂര്യൻ, എന്നിട്ട് നിങ്ങൾ ഭയങ്കര ഇവിടെ ഇരുന്നിട്ട് ഡോക്ടർ സൂര്യനാട് പറയാണ്, സൂര്യനാട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒവൈസിനെയൊക്കെ കൂട്ടിക്കൂടായിരുന്നു? സാറേ, അമിത്ഷയുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ സൂര്യനാട്. സൂര്യനാടോട് ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് ബ്രിട്ടാസെ. സൂര്യനാട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു, ഈ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ തിന്നുന്ന ശൈലിയാണ് BJPക്ക് എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞത് ഈ നിതീഷ് കുമാറിനെ തിന്നു തീർക്കും എന്നാണ്. നിതീഷ് കുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാരതത്തിലെ വലിയ പാരമ്പര്യമുള്ള പഴയ പാർട്ടിയുടെ പിന്തുടർച്ച തന്നെയാണ്. അപ്പോൾ അത് BJP ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. BJP ഉണ്ടാക്കി കൊടുത്ത ഒരു പാർട്ടി അല്ല JDU. നിതീഷ് കുമാറിനെയും JDU-വിനെയും ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യത്തെയും അറിയുന്നവർക്ക് അതെല്ലാം അറിയാം. അതുപോലെ തന്നെ ഒവൈസിയും
അമിത്ഷായുമായിട്ട് ഒരിക്കലും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ശിവരനാട് അങ്ങനെ പറഞ്ഞതെന്നും എനിക്കറിയാം. അപ്പോൾ എന്നും ഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ഒവൈസിയെ യാതൊരു തരത്തിലും BJPയുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഈ രീതിയിൽ CPI-MLയുമായി കൂട്ടുകൂടാൻ കഴിയും എന്ന് ബീഹാർ തെളിയിച്ചു. CPI-M താങ്കൾ തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ നക്സലൈറ്റുകളെ വെടിവെച്ച് കൊല്ലും, ബീഹാറിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് പിടിച്ച് അവരെ വലിയ കക്ഷിയാക്കി CPM വെറും ചെറിയ കക്ഷിയായി ഒതുങ്ങുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസും CPM-ഉം CPI-MLും ഒക്കെ ചേരുന്ന ഈ സഖ്യം ഉണ്ടാക്കാമെങ്കിൽ അവിടേക്ക് ഒവൈസിയെയും കൂടെ കൂട്ടാമല്ലോ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം കേരളത്തില് ഇവിടെ മുസ്ലിം ലീഗിനെ കൂട്ടാമെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദി സംഘടനകളുടെ സഖ്യമാകാമെങ്കിൽ അമിത്ഷാ സമ്മതിക്കണ്ടേ സെപ്പറേറ്റ് ആയിട്ട് മത്സരിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതെ അതെ, അതാ പ്രശ്നം. അല്ല, കേരളത്തിലോട്ട് വരുമോ ഒവൈസി? എനിക്കിതിപ്പോ അതാ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്നുണ്ടോ? കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ആഫീസ് പൂട്ടുവോ? CPI-ML കേരളത്തിലുണ്ടല്ലോ. CPI-ML കേരളത്തിലുണ്ടല്ലോ. അതായത് ഒവൈസി ഫാക്ടർ. താങ്കൾ പാർലമെന്റിൽ നിന്ന് വളരെ അടുത്ത് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഒവൈസി. പ്രസംഗമൊക്കെ താങ്കൾ പറഞ്ഞല്ലോ ഗംഭീരം. ഞാൻ താങ്കളോട് പറഞ്ഞല്ലോ, അതായത് ഈ പറഞ്ഞ സീമാഞ്ചൽ 24 മണ്ഡലങ്ങൾ, അവിടെയാണ് 5 മണ്ഡലങ്ങളിൽ ഒവൈസി ജയിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു 8-9 മണ്ഡലങ്ങളിൽ BJPയെ ജയിപ്പിക്കുകയും ചെയ്തു. നോക്കുക. ഈ ഒവൈസി യഥാർത്ഥത്തിൽ മതേതര പക്ഷത്തേക്ക് വരേണ്ട വോട്ടുകളെ ഭിന്നിപ്പിച്ച് BJPയെ വിജയിപ്പിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് പയറ്റുന്നത്. ഇതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത് കേട്ടാൽ BJPക്ക് എതിരാണെന്ന് തോന്നും, പക്ഷേ നിലപാടുകൾ BJPയെ അനുകൂലിക്കുന്നതാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ശിവരനാട് പറഞ്ഞ അഭിപ്രായത്തോടെ യോജിക്കുക. പക്ഷേ വിയോജിപ്പ് എവിടെയെന്നറിയോ? അതേ ഒവൈസി സംഘമാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. കോൺഗ്രസിൻ്റെ നിലപാടെന്താ? എൻ്റെ BJP സുഹൃത്ത് CPI-MLനെയും ഇവിടെ അക്രമം നടത്തുന്ന മാവോയിസ്റ്റിനെയും ഒരു പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. CPI-ML വേറെ, CPI മാവോയിസ്റ്റ് വേറെ. അത് രണ്ടാണ്. ഇടതുപക്ഷം മുന്നണി ഉണ്ടാക്കിയ CPI-ML ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. അതാണ് മുന്നണി ഉണ്ടാക്കിയത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ആണ് മാജിക് കാണിച്ചതെന്ന് ശിവരനാട് പറഞ്ഞ് എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ നേതാവ് തേജസ്വി യാദവ് ആയിരുന്നു. ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ച തേജസ്വി യാദവാണ്, രാഹുൽ അല്ല. രാഹുലിന് അതിന് കഴിയുമായിരുന്നു, പക്ഷേ അത് രാഹുലും കോൺഗ്രസും നഷ്ടപ്പെടുത്തി. രാഹുൽ നിർണായക സന്ദർഭത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നും ഇടക്കിടക്ക് ഇങ്ങനെ മുങ്ങിപ്പോവും. എവിടെയാണ് പോകുന്നതെന്നറിയില്ല. പാർലമെൻറ്റിൽ വളരെ ഗൗരവമായ ചർച്ച നടക്കുമ്പോൾ ലോക്സഭയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ആളില്ല. 3 പ്രധാനപ്പെട്ട കാർഷിക നിയമങ്ങൾക്കെതിരെ ഹരിയാനയും പഞ്ചാബും കത്തിയെരിയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് MPമാർ അവരുടെ കേരള ഗവൺമെൻറ്റിനെതിരായി പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. നേതൃത്വം കൊടുക്കാൻ ആളില്ല. അത്തരം ഒരാൾക്ക് ജനങ്ങളെ ആവേശം കൊള്ളിക്കാൻ പറ്റുമോ? അദ്ദേഹം ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാവായി വളരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അതിന് കഴിയുന്നില്ല. തേജസ്വി യാദവിൻ്റെ കരിഷ്മയുടെ പിറകിലാണ് ബാക്കി എല്ലാവരും നിന്നത്. അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും വലിയ ജനകീയ പിന്തുണ. ഇടതുപക്ഷം അതിനോട് ചേർന്നപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി വർദ്ധിച്ചു എന്ന് മനോജ് ഝാ RJDയുടെ നേതാവ് തന്നെ പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലുമുള്ള പാവപ്പെട്ട ജനത ഈ മുന്നണിയെ അവരുടെ ഒരു സഖ്യകക്ഷിയായി കണ്ടു. ഇതാണ് ഉണ്ടായത്. കോൺഗ്രസ് ഈ നിലപാടുകളെക്കുറിച്ച് പുനഃപരിശോധന നടത്തി ക്രെഡിബിലിറ്റി ഉള്ള ഒരു ആൾട്ടർനേറ്റീവായി മാറാൻ ഇനിയും കുറേ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞാൻ ആ വിമർശനം ഉന്നയിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് തകർന്നു പോട്ടെ എന്ന നിലയിലല്ല പറയുന്നത്. ഈ നിമിഷം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവവികാസം നടക്കുന്നുണ്ട്. RJD വോട്ടിംഗ്, അതായത് കൗണ്ടിംഗ് പ്രക്രിയക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ BJP വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ്. 50 ലക്ഷം വോട്ടുകൾ എണ്ണാനുള്ള സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസാണ്. അതായത് 50 ലക്ഷം വോട്ടുകൾ എണ്ണാനിരിക്കെ കൗണ്ടിംഗ് പ്രക്രിയ, വോട്ടെണ്ണൽ മന്ദഗതിയിലാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. അത് അട്ടിമറിക്കാനുള്ള ശ്രമം BJP നടത്തുകയാണെന്നുള്ള പരസ്യമായിട്ടുള്ള ഒരു ആരോപണം RJD ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്.
ബീഹാറിനെ മുൻനിർത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം ഇതാണ്. RJDയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു, ആക്ഷേപം വന്നിരിക്കുന്നു, ആരോപണം വന്നിരിക്കുന്നു. അതായത് വോട്ടെണ്ണൽ പ്രക്രിയ തടസ്സപ്പെടുത്താനും വൈകിപ്പിക്കാനും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നുള്ള ഒരു ആക്ഷേപം. 50 ലക്ഷത്തോളം വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ടായിരിക്കെ PV തോമസ്, ഇതാണ് ഈ നിമിഷം ബീഹാറിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ട്രംപ് അഡ്വൈസറായിരിക്കും മോഡിയെ. അതെ, PV തോമസ്, ഇതുവരെ വളരെ സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന പ്രക്രിയയുടെ മുകളിൽ ഒരു സംശയത്തിന്റെ ലാഞ്ചന RJD ഇടുകയാണ്. RJD അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെങ്കിൽ തീർച്ചയായിട്ടും RJDക്ക് അതിനുള്ള തെളിവുണ്ടായിരിക്കും. അതെന്താണെന്ന് അറിയുമ്പോൾ നമുക്കറിയാം. പക്ഷേ BJP അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാരണം BJPക്ക് ഇത് ജയിച്ചെടുക്കുക എന്നുള്ളത് BJPക്ക് JDUവിനേക്കാൾ കൂടുതൽ BJPക്കാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ BJP അല്പം അപ്പർ ഹാൻഡിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുതന്ത്രങ്ങളിലേക്കും തന്ത്രങ്ങളിലേക്കും ഒരു പക്ഷേ BJP മാറിപ്പോയി വന്നിരിക്കാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സമ്മതിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ നടപടിയെടുക്കുന്നതാണ്, പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിലേക്ക് പോകുമോ എന്നറിയാൻ പാടില്ല. പക്ഷേ തീർച്ചയായിട്ടും RJD അതിനുള്ള തെളിവുമായിട്ട് വരട്ടെ. അത് തീർച്ചയായിട്ടും രാഷ്ട്രം ഒരിക്കലും ഇതിനെ ചെറുതായിട്ട് കാണാൻ പാടില്ല. വലിയൊരു സംഭവം തന്നെയാണിത്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ജയസൂര്യൻ്റെ ക്ലാസ് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ജയസൂര്യൻ താങ്കൾക്കൊരു ചെറിയൊരു ക്ലാസ് എടുത്ത് തന്നു, അതായത് എങ്ങനെയാണ് പൊളിറ്റിക്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്. അതിനിടയിൽ തന്നെ ഈ പറഞ്ഞ ഒരു സമയത്ത് ഈ പറഞ്ഞ ഒവൈസിനെ താങ്കൾ പറഞ്ഞ അമിത്ഷായുടെ ക്രിയേഷൻ എന്ന് ഞാനല്ല പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത്. ഒവൈസിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. പക്ഷേ ശ്രീ എളമരം കരീം പറഞ്ഞു ഇതേപോലത്തെ ഈ ഒവൈസിയുടെ വേറൊരു പതിപ്പാണ് ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമി, അവരുടെ പുറകെ നടക്കുകയാണ് എന്നുള്ളൊരു ആക്ഷേപം ശ്രീ എളമരം കരീം ഉന്നയിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം. അല്ല ബ്രിട്ടാസ് ഈ ബ്രേക്കിംഗ് ന്യൂസായി പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആളുകളെ പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അട്ടിമറിക്കാൻ കഴിയും എന്ന് BJP ചിന്തിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. നരേന്ദ്രമോദിയെ വേദനിപ്പിച്ച നിതീഷ് കുമാറിനെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ. അത് വളരെ ക്ലിയർ അല്ലേ? രണ്ടാമത്, ഇപ്പോൾ തേജസ്വിയുടെ നേതൃത്വത്തിൽ വന്ന ഈ മുന്നേറ്റം തകർക്കാൻ 50 ലക്ഷം വോട്ടുകൾ എണ്ണാൻ ബാക്കി നിൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അട്ടിമറി സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മരണമൊഴിയാണ്. കൃത്യമായി പറഞ്ഞാൽ 14% വോട്ടുകൾ കൂടി എണ്ണാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 14% വോട്ടുകൾ ചെയ്യും. BJP അത് ചെയ്തിരിക്കും. അതിൽ അമിത്ഷായുടെ പങ്കുണ്ടാവും. അതിൽ ജയസൂര്യ അമിത്ഷായുടെ മുകളിലാണല്ലോ താങ്കൾ വെക്കുന്നത്. ഒവൈസിയുടെ ഉത്തരവാദിത്വം അമിത്ഷായ്ക്ക്. അവിടെ ഇപ്പോൾ ഉന്നയിച്ച ആരോപണത്തിന്റെ ഉത്തരവാദിത്വം അമിത്ഷായ്ക്ക്. ഈ ഡോക്ടർ ശൂരനാണ് ഈ അമിത്ഷായുടെ എന്തോ ഒരു വലിയ ഒരു പകയുള്ള പോലെയാണല്ലോ കാണുന്നത്. അല്ലല്ല, ബ്രിട്ടാസ് നന്നായി ഇന്ത്യയിലെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുള്ള ഒരാളല്ലേ. ഹിറ്റ്ലറുടെ അനുസംഘത്തിലെ രണ്ടാമനാണ് അമിത്ഷാ. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എത്ര കാലം നിൽക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഹിറ്റ്ലർ എത്ര കാലം നിന്നു? ഏതോ എല്ലാ ഘട്ടങ്ങളിലും ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഉദിച്ചു വന്ന് തകർന്നു പോയ മാഫിയ സംഘങ്ങളുണ്ട്. ആ മാഫിയ സംഘത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുതിയ തന്ത്രമാണ് BJP തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അട്ടിമറിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. അവരുടെ കയ്യിൽ ഇലക്ഷൻ കമ്മീഷനെ പറ്റി മിസ്റ്റർ തോമസ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. നരേന്ദ്രമോദി എഴുതി കൊടുക്കുന്ന ടൈം ടേബിളാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഏത് ഭരണഘടനാ സ്ഥാപനമാണ് നരേന്ദ്രമോദിയുടെ കാൽച്ചുവട്ടി കിടക്കാതിരിക്കുന്നത്? കഴിഞ്ഞ എത്രയോ കാലമായി നമ്മൾ കാണുന്നു. റിസർവ് ബാങ്ക് അടക്കമുള്ള മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ചവിട്ടി മതിച്ചില്ലേ? അപ്പോൾ ഞാൻ അതിലോട്ട് വരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത എപ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു ദിവസവും രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് 15 ദിവസവും കഴിഞ്ഞ് വെക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ത് സ്വതന്ത്ര ഏജൻസിയാണ്? അങ്ങനെയല്ലേ BJP ഇത്രയും രാജ്യസഭാ അംഗങ്ങളെ കൊണ്ടുവന്നത്? അപ്പോൾ നമ്മൾ ഈ അട്ടിമറി അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ സ്നേഹിതൻ എളമരം കരീം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്.
പ്രേക്ഷകരും നോക്കണം, ബ്രിട്ടാസും നോക്കണം. എല്ലാം പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറത്ത് 2 അടിയടിക്കാനാണ്. നമ്മൾ എങ്ങനെ ഈ താങ്കളെല്ലാം പറഞ്ഞ അവസാനം ഈ പാവ ശൂരനാടിന്റെ പുറത്ത് 2 ഇടി ഇടിക്കും. അതാണ് ഡോക്ടർ ശൂരനാടിന്റെ താങ്കളോടുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയും. അവസാനം എത്തുമ്പോൾ ആഗ്രഹിച്ചിട്ടല്ലേ ഇത് പറയുന്നത്. കോൺഗ്രസ് നന്നായി വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് പറയാണ്. നിങ്ങൾക്ക് അടി തന്നാലേ നന്നാവുള്ളൂ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് അടി തന്നാലേ നന്നാവുള്ളൂ. കുറിച്ച് നിർത്തി 2 തരണം, അല്ലെങ്കിൽ നിങ്ങൾ നന്നാകില്ല എന്ന് പറയുന്നത് അദ്ദേഹം. പക്ഷെ ആ വടി അമിത്ഷാ കൊടുക്കുന്ന വടിയാകരുത്, അത് മാന്ത്രിക വടിയാ. അമിത്ഷാ അടിക്കുന്നതിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതിൽ ശൂരനാട് നേരത്തെ പറഞ്ഞതുപോലെ ഉവൈസി എങ്ങാനും മഹാഗഠബന്ധൻ കൂട്ടിയിരുന്നു എങ്കിൽ അതായിരിക്കുമായിരുന്നു അമിത്ഷായുടെ ഏറ്റവും വലിയ പ്രചരണായുധം. ആ ഒരു വലയിൽ കുടുങ്ങാതിരുന്ന ഏറ്റവും നന്നായി. അത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഉവൈസിയേക്കാൾ കടുപ്പം കൂടിയ സാധനമാണ്. അത് നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ശ്രീ ഇളമരങ്കരി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ 2 അഭിപ്രായമുണ്ട്. ആ 2 അഭിപ്രായത്തിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. എൻ്റെ സ്നേഹിതനായിട്ടുള്ള ശൂരനാട് രാജശേഖരന് ഈ ജമാഅത്തിനെ കൂട്ടരുതെന്നുള്ള അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സഖ്യമുണ്ടാക്കരുത്, സൗഹാർദ്ദം ഉണ്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് വിഭാഗത്തിലാണ് ഡോക്ടർ ശൂരനാട് രാജശേഖരനുള്ളത്. അദ്ദേഹത്തിന് ഈ ഒരു ചർച്ചയിൽ പറയാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊള്ളാൻ അദ്ദേഹം കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞത് അല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല, താങ്കൾ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായി പറഞ്ഞു. പറഞ്ഞു, അതെ, അതാണ്. പിന്നെ രണ്ടാമത്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇളമരക്കരുവിന്റെ പാർട്ടി എത്രയിടത്ത് ഇവരുമായിട്ട് സഖ്യമുണ്ടെന്നുള്ള കാര്യം ഞങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കാം. പക്ഷേ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ശ്രീ ഇളമരക്കരും വിചാരിച്ചാൽ തമാശ പറയുന്നതാണ്. അല്ല, എൻ്റെ അടുത്ത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടാസ് പറഞ്ഞോളാം പറഞ്ഞു, ഞാനത് പറഞ്ഞു. അത് ശരിയാണെന്നുള്ള കാര്യം ഡോക്ടർ ശൂരനാടിനും അറിയാം. ശൂരനാട് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഈ പറഞ്ഞ ശ്രീ പി വി തോമസ്, സൗഹാർദ്ദമുള്ള അനേകം നേതാക്കന്മാർ ഈ അഭിപ്രായക്കാരാ. എനിക്ക് സൗഹാർദ്ദമുള്ള കോൺഗ്രസിലെ അനേകം നേതാക്കന്മാർ വ്യക്തിപരമായി ഈ അഭിപ്രായക്കാരാ. അവർ വേദനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ നിങ്ങളൊരു ഫ്രാങ്കൻസ്റ്റീൻ മോൺസ്റ്ററെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ ഒവൈസിയുടെ തലത്തിലേക്ക് വേണമെങ്കിൽ അത് ഉരുത്തിരിഞ്ഞേക്കാം. എനിവേ, നമ്മുടെ ചർച്ച അവിടെ അല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിലേക്ക് നമുക്കധികം പോകാൻ പറ്റില്ല. ചിരാഗ് പസ്വാൻ, ശ്രീ പി വി തോമസ്, ചിരാഗ് പസ്വാൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ BJP പലതരത്തിലുള്ള ബഹുമുഖ തന്ത്രമാണ് പയറ്റിയത്. ചിരാഗ് പസ്വാൻ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റൊന്നും LJP കിട്ടിയിട്ടില്ല. ഒരു സീറ്റ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് നോക്കുകയായിരുന്നു. വിജയിച്ചത് 82 സീറ്റിൽ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 160 സീറ്റിൽ ലീഡിംഗ് ഉണ്ട്. ഈ ലീഡിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, അതായത് സ്വതന്ത്രർ ഉൾപ്പെടെ 12 പാർട്ടികളുടെ പട്ടികയുണ്ട്. ഈ പട്ടികയിൽ ഒന്നും വരാത്ത ഒരു പാർട്ടിയാണ് ലോക് ജനശക്തി പാർട്ടി, ചിരാഗ് പസ്വാൻ. പക്ഷെ ഒന്ന് താഴേക്ക് പോയി നോക്കൂ, ശതമാനത്തിലേക്ക് നോക്കൂ. ഇലക്ഷൻ കമ്മീഷൻ്റെ ശതമാനക്കണക്കിലേക്ക് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയാണ് ജയസൂര്യയുടെ തട്ടിപ്പ് നോക്കുക. അതായത് ചിരാഗ് പസ്വാൻ്റെ LJPക്ക്, ലോക് ജനശക്തി പാർട്ടിക്ക് ഏറെക്കുറെ 6% വോട്ട്, 6% പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ 6% വോട്ട് LJP കരസ്ഥമാക്കി. എന്തിന് കരസ്ഥമാക്കി? ഇത് ആർക്കെതിരെ കരസ്ഥമാക്കി? ശ്രദ്ധിക്കണം. അവിടെയാണ് ജയസൂര്യ കളിച്ച കളിയുടെ മറ്റൊരു മർമ്മം നിൽക്കുന്നത്. ഇനി എന്തായിരുന്നു LJPയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്? BJPയുടെ കയ്യിലുള്ള ഈ ഒരു ചർച്ചയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതിവിവരക്കണക്കുകളും സീറ്റുകളും ലീഡുകളും മാത്രമല്ല, ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കൂടി പ്രേക്ഷകരെ ആനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വശങ്ങളിലേക്കൊക്കെ പോകുന്നത്. അത് സംബന്ധിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള പാനലിസ്റ്റുകളാണ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ മേഖലയിലേക്ക് പോകുന്നത്. എന്തായിരുന്നു LJPയുടെ അവതാര ലക്ഷ്യം നോക്കാം.
6% വോട്ട്. നോക്കുക, JDUവിന്, അതായത് LJP BJPയുടെ ചൂണ്ടയാണോ, BJPയുടെ കയ്യിലുള്ള ചൂണ്ടയാണോ ഒവൈസി എന്നുള്ള ഇൻവെർട്ടർ കോമ ഡോക്ടർ ശൂരനാട് കണ്ടെത്തിയ അമിത്ഷായുടെ ക്രിയേഷൻ്റെ വേറൊരു പകർപ്പായിരുന്നു, വേറൊരു കറൻസി നോട്ടായിരുന്നു അത്. JDUവിനെ മറികടന്ന് സഖ്യത്തിന് നേതൃത്വം പിടിക്കാൻ BJPക്ക് തുണയായി. അവിടെയാണ് ഏറ്റവും പ്രധാനം. ആരായിരിക്കും ആ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി, ആ ചോദ്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി LJPയെ BJP ഒരു ചൂണ്ടയായി ഉപയോഗിച്ചോ? അടുത്തത്, മോദിയാണ് ഗുരുവെന്ന് ചിരാഗ് പസ്വാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ ഗുരു മോഡിയാണ്. എന്നാൽ മോഡി ഒരിക്കലും പറഞ്ഞിട്ടില്ല തൻ്റെ ശിഷ്യനല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മോഡി ഒരു വാചകം പോലും മോഡി പറഞ്ഞിട്ടില്ല. ചിരാഗ് വോട്ട് നേടിയത് മോഡിയുടെ ചിത്രവുമായി. തൻ്റെ പോസ്റ്ററുകളിലൊക്കെ മോഡിയുടെ ചിത്രം അടിച്ചു വെച്ചു. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കുകയാണ്. അതായത് മോഡിയുടെ ഹനുമാൻ ആണ് താനെന്നും ചിരാഗ് അവകാശപ്പെട്ടു. ഇവിടെ തീർന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ തന്ത്രം എന്തായിരുന്നു? അത് അദ്ദേഹത്തിൻ്റെ തന്ത്രമായിരുന്നോ, ശൂരനാടിൻ്റെ ഭാഷയപ്പോൾ അമിത്ഷായുടെ തന്ത്രമാണോ? LJD നിർത്തിയ 137 സ്ഥാനാർത്ഥികളിൽ 132 പേരും JDUവിനെതിരെയാണ് നിർത്തിയത്. JDU സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് നിർത്തിയത്. നോക്കുക, അതും പ്രധാനപ്പെട്ട സംഘ് പരിവാർ അനുകൂലികളായിട്ടുള്ള നേതാക്കളെ ആണ് ഈ പറഞ്ഞ LJD സ്ഥാനാർത്ഥിയായി നിർത്തിയത്. PV തോമസ്, നോക്കുക എന്തെല്ലാം കളികളാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ നടന്നത്. സാധാരണക്കാരെ അമ്പരപ്പിക്കുകയാണ്. നേരെ വാ എന്ന് ചിന്തിക്കുന്ന മലയാളി പ്രേക്ഷകർ ഇതെല്ലാം കണ്ട് അന്താളിച്ചിട്ടുണ്ടാവും. തോമസ്, LJPയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും BJP ഒരു വലിയ നിഗൂഢമായ തന്ത്രമാണ് കാണിച്ചത്. അത് നിഗൂഢമൊന്നുമല്ല, എല്ലാവർക്കും അറിയാമായിരുന്നു. എങ്ങനെ ചിരാഗ് പാസ്വാൻ ആരുടെ ക്രിയേഷനാണ് എല്ലാവർക്കും അറിയാം. അത് അമിത്ഷായുടെയും മോഡിയുടെയും ക്രിയേഷനാണ്. അല്ലെങ്കിൽ ചിരാഗ് പാസ്വാന് ഈ നിതീഷ് ഷായെ ഇങ്ങനെ പരസ്യമായിട്ട് ആക്രമിക്കുവാനും എന്നിട്ട് വെന്റിയിൽ നിൽക്കുവാനും സാധിക്കുകയില്ല. അദ്ദേഹം തീർച്ചയായിട്ടും നിതീഷ് ഷായയ്ക്ക് ഏതെല്ലാം രീതിയിൽ തേജോവധം ചെയ്യാമോ അതെല്ലാം രീതി ചെയ്തുകൊണ്ടിരുന്നു. അത് ആ പാർട്ടിക്കെതിരായിട്ടും JDUക്കെതിരായിട്ടും മാത്രമാണ് ചിരാഗ് പാസ്വാൻ പുറത്തിറക്കിയത്. പാസ്വാൻ തീർച്ചയായിട്ടും ആ റോൾ നല്ലപോലെ വഹിച്ചു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് BJPയെ സഹായിക്കണം, BJPയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്, BJPയെ സഹായിക്കണം. അതുപോലെ അമിത്ഷാ നിതീഷ് കുമാറിൻ്റെ ചാൻസ് ഇല്ലാതാക്കുക, അതായിരുന്നു. അത് രണ്ടും നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇനി അദ്ദേഹത്തിന് സമ്മാനം കിട്ടുമെന്ന് നമുക്കറിയാൻ പാടില്ല. മിക്കവാറും ഇപ്പോൾ LJPക്ക് ഒരു മന്ത്രിയില്ല കേന്ദ്രത്തിൽ. താമസിക്കാതെ തന്നെ അതിനൊരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ BJP ഈ കാര്യത്തിൽ ചിരാഗ് പാസ്വാനെ വെച്ചുകൊണ്ട് നിതീഷ് കുമാറിനെ കട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിൽ ശരിക്കും വിജയിക്കുകയും ചെയ്തു. പക്ഷേ നിതീഷ് കുമാറിന് ഒന്നും പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം. ഹെൽപ്ലെസ് ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശക്തി പോയി. ഇനി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുമെന്നെല്ലാം വീരവാദം പറയുന്നുണ്ട്. അത് ശരിയാണ്. അമിത്ഷാ തുറന്ന് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പരസ്യമായിട്ട് പറയുന്നതാണ് ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന്. ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തി കളഞ്ഞിട്ട് അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഒരു പാവ പോലെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഒരു പാവ മുഖ്യമന്ത്രിയെ നിതീഷ് കുമാറിലൂടെ നിങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ പിൻസി ഡ്രൈവിംഗ് നടത്തും. നിങ്ങളുടെ കളികളെല്ലാം സമർത്ഥമായ കളിയായിരുന്നു. ഒരു വഴിക്ക് ഒവൈസി, ഒരു വഴിക്ക് ചിരാഗ് പസ്വാൻ. അല്ല, ഇവിടെ ചിരാഗ് പാസ്വാന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ വ്യക്തമായി, നിഷ്പക്ഷമായി, ലളിതമായി ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് രാംവിലാസ് പാസ്വാൻ എന്ന് പറയുന്ന അധികായനായിട്ടുള്ള ബീഹാർ രാഷ്ട്രീയത്തിലെ അധികായന്റെ മകൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ചിരാഗ് പാസ്വാൻ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ രാംവിലാസ് പാസ്വാന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് ബീഹാർ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു അതിശക്തമായ വോട്ട് ബാങ്ക് അല്ല എന്നുള്ളത്. ഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷികളാണ് ചിരാഗ് പസ്വാൻ, ലോക് ജനശക്തി പാർട്ടിയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിന്റെ JDU. ആ ഒരു സഖ്യകക്ഷി വേറൊരു സഖ്യകക്ഷിയെ അപമാനിച്ചുകൊണ്ട് രാവും പകലും വിഷലിപ്തമായ പ്രചരണം നടത്തി സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ കമാന്നൊരു വാക്ക് പറയാതിരിക്കുന്നത്
എന്തൊരു തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് എൻ്റെ ജയസൂര്യ. എന്നിട്ട് പറയുകയാണ് ചിരാഗ് പസ്വാൻ ഒരു രാഷ്ട്രീയ ഭൂമിക ഉണ്ടാക്കാൻ ഒരു ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന്. ഇതൊക്കെ ഇത് താങ്കൾ ആർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക? ഡോക്ടർ സൂര്യനാരായണൻ കൊടുക്കുന്ന ക്ലാസ്സാണത്. ചിരാഗ് പാസ്വാൻ അല്ല 137 സീറ്റിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് 6% വോട്ട് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശക്തി എന്താണ് എന്ന് ചിരാഗ് പാസ്വാൻ അളന്നെടുക്കേണ്ടതുണ്ട്. അവിടെ അദ്ദേഹത്തിന് സീറ്റൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് BJP-യുടെ തന്ത്രമാണ്, ഒവൈസി BJP-യുടെ തന്ത്രമാണ്, ചിരാഗ് പാസ്വാൻ BJP-യുടെ തന്ത്രമാണ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ ഒരു നഷ്ടവസന്തത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാരണം തേടുന്നത് പോലെയാണ്. ഒറ്റ പോയിന്റ്. അതായത് ഇനിയിപ്പോ നമ്മള് കുറ്റം പറയാൻ ഒരൊറ്റ കാര്യം കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ പറഞ്ഞില്ലെങ്കിൽ മിക്കവാറും ഈ ചർച്ചയ്ക്ക് അകത്ത് തന്നെ വീണ്ടും സൂര്യനാട് അത് പറയും. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം മുഴുവൻ എവിടെ നെക്കിയാലും താമരയായി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വോട്ടിംഗ് യന്ത്രം ചതിച്ചതാണ്, BJP ചതിച്ചതാണെന്നും കൂടെ പറഞ്ഞ സമ്പൂർണ്ണമായി. ഒരു മിനിറ്റ് എത്ര നിഷ്കളങ്കമായിട്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച്. എന്നിട്ട് നിങ്ങൾ ആരെ പറഞ്ഞാല് നമ്മുടെ പഴയ കവിതയിൽ പറയണ പോലെ വെറുമൊരു മോഷ്ടാവായ എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ 1-2 തന്ത്രങ്ങൾ പയറ്റിയ അവരെ നിങ്ങൾ ഇതുപോലെയൊക്കെ വിളിക്കാൻ പാടുന്നു. ഇതില് തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് ചെയ്യാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ട്രംപ് അമേരിക്കയെ ചെയ്യുന്നതാണ്. എണ്ണിയെടുത്തോളം മതി, ഞാൻ ജയിച്ചിരിക്കുന്നു, ബാക്കി എണ്ണേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലുള്ള നിലപാടെടുത്തുകൂടായില്ല. 2, നിതീഷ് കുമാർ തികഞ്ഞ അവസരവാദിയാണ്, എന്നാൽ കടുത്ത വർഗീയവാദിയല്ല. യോഗി അവിടെ വന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചു. അത്തരം ഒരാളെ ടോളറേറ്റ് ചെയ്യാൻ BJPക്ക് ആവില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആയുധമായിട്ടാണ് ചിരാഗിനെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ NDAയിലുള്ള ചിരാഗിൻ്റെ പാർട്ടിയെ ഒന്ന് ശാസിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? ഇതൊരു രാഷ്ട്രീയ വഞ്ചനയാണ്. അത് കണ്ടുകൊണ്ട് വളരെ നിശബ്ദനായിരിക്കാനുള്ള കഴിവ് മാത്രമേ നിതീഷിനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ഡോക്ടർ സൂര്യനാട്, ഒരു വാചകത്തിൽ സമർപ്പിക്കാനുണ്ടോ? ഒറ്റ വാചകം. ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നാണെന്ന് ഇനി അന്വേഷിച്ചാൽ മതി. 2, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഇക്കാര്യത്തിലുണ്ടാകും എന്നുള്ളത് 2. 3, OICക്ക് ആവശ്യമുള്ളത് അവർ കൊടുത്തു കഴിയും. ഇന്ത്യൻ ജനാധിപത്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പക്ഷേ ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ചാൽ ഉത്തരം ഞാൻ പറയാം. ജ്യോതിരാദിത്യ സിന്ധ്യ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെയായിരിക്കും അതേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു സീസോ പൊളിറ്റിക്സായി ഇപ്പോഴും നിലകൊള്ളുകയാണ്. ലേറ്റസ്റ്റ് ടാലി പ്രകാരം 124 സീറ്റിലാണ് NDA ലീഡ് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷം 122 112 സീറ്റിൽ മഹാസഖ്യവും. എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. RJD ഒറ്റക്കക്ഷിയായി നിലകൊള്ളുന്നു. ഇനിയും 10-40 ലക്ഷം വോട്ടുകൾ എണ്ണാനുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഇളമരം കരീം, ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ്, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.